Hello, my dear students. Welcome to Crack It by Excellence Academy. അപ്പോൾ ഇന്നൊരു ഹാപ്പി ന്യൂസ് ഉണ്ട് നമുക്ക്. ഫൈനലി നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പം ഇതിൽ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ജൂലൈ 1 വരെയാണ് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുന്ന ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ ഒത്തിരി നമ്മുടെ ജോയിൻ ചെയ്യാനുള്ള സ്റ്റുഡൻസും ജോയിൻ ചെയ്ത സ്റ്റുഡൻസും ഒക്കെ ഈ കഴിഞ്ഞ ഒരു പാസ്റ്റ് 2-3 വീക്സ് ആയിട്ട് ഒത്തിരി പിള്ളേർ ചോദിക്കുന്നുണ്ടായിരുന്നു, ലൈസൻസിന് കൊടുത്തിട്ടേ ഉള്ളൂ, അപ്പം ടൈം എത്ര കിട്ടും. അപ്പോഴും ഞാൻ പറഞ്ഞു മാക്സിമം ഒരു 15 to 20 ഡേയ്സിനകത്ത് നമ്മൾ എടുത്ത് തീർക്കുക. കാര്യം അറ്റ് ദ ടൈം ഓഫ് ആപ്ലിക്കേഷൻ നിങ്ങൾ എലിജിബിൾ ആയിട്ട് അല്ലെങ്കിൽ അതിന് നമുക്ക് ആ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കിട്ടുന്ന ഗ്യാപ്പിൽ ഇനി ഒരു ഹാർഡ്ലി നമുക്കൊരു 1 month ടൈം ഉള്ളൂ, 30 days. അപ്പോൾ ഓൺ ഓർ ബിഫോർ ഈ ഒരു ജൂലൈ 1 എന്നുള്ളൊരു ഡേറ്റിന് മുന്നേ ആയിട്ട് നമ്മൾ ലൈസൻസ് എടുത്തിട്ട് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് ഇപ്പം ഇതുവരെ നമുക്ക് ഒരു ആൻറ്റിസിപ്പേറ്റഡ് ടൈം ആയിരുന്നു. ഞാൻ കഴിഞ്ഞ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫ്ലൂയിഡ് മെക്കാനിക്സ് എടുക്കുമ്പോഴൊക്കെ പറഞ്ഞു നമുക്ക് എപ്പോൾ വേണമെങ്കിലും എക്സാം നോട്ടിഫിക്കേഷൻ വരാം, പ്രോബബ്ലി എക്സാം നടക്കുന്നതും ഡിസംബറിലായിരിക്കും. അപ്പോൾ ആസ് സച്ച് അത് തന്നെയാണ് നമുക്കിപ്പം നടക്കുന്നതും. അപ്പോൾ നോട്ടിഫിക്കേഷനും കൂടെ വന്ന സ്ഥിതിക്ക് ഇനി നമുക്ക് ഒരു സ്ലോനെസ്സിനോ അല്ലെങ്കിൽ പതുക്കെ പഠിച്ചാൽ മതി എന്നൊരു ആറ്റിറ്റ്യൂഡിനൊന്നും ഒരു സമയം നമുക്കില്ല. നമ്മുടെ പ്രിപ്പറേഷൻസ് നമ്മൾ എങ്ങനെ തുടങ്ങിയോ അതുപോലെ അതിനെക്കാട്ടിയും സ്പീഡിലും ടൈംലി ആയിട്ട് നമ്മൾ പോയേ പറ്റുള്ളൂ. അപ്പോൾ എനിവേ നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്ന സ്ഥിതിക്ക് നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് തീർത്തു, അതിൽ എക്സാമും ഉണ്ട്. ഒത്തിരി പിള്ളേർ ഇനി എക്സാം എഴുതാനുണ്ട്. അപ്പോൾ നിങ്ങൾ ആ കണ്ടൻറ്റ് കംപ്ലീറ്റ് തീർത്തിട്ട് ഫ്ലൂയിഡ് മെക്കാനിക്സ് ഈസ് ഓപ്പൺ ടു ഓൾ. എക്സാം ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് എഴുതുമ്പോൾ ആ ഒരു ഇത് മനസ്സിലാവും. നമ്മുടെ ടെസ്റ്റ് 1 മാത്രമേ ഇപ്പോൾ ഇട്ടിട്ടുള്ളൂ. ഇനി ടെസ്റ്റ് 2, ടെസ്റ്റ് 3, ടെസ്റ്റ് 4 എന്ന് പറഞ്ഞ് നമുക്ക് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ടെസ്റ്റ് സീരീസിൻ്റെ ബഹളമായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ഇപ്പോൾ പഠിച്ചത് എന്താണെന്ന് മനസ്സിലാക്കാനാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ ഒരു ടെസ്റ്റ് സീരീസ് ഇട്ടിരിക്കുന്നത്. അത് അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ പഠിച്ചതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പം അത് നമ്മുടെ ഫ്ലൂയിഡ് മെക്കാനിക്സിൻ്റെ ടോപ്പിക്ക് കഴിഞ്ഞു. അത് നമ്മൾ ഫുള്ളായിട്ട് പഠിച്ച് മനസ്സിലാക്കി. യൂണിറ്റ് 1 ഈസ് കോൺകേർഡ്. നമ്മൾ പഠിച്ചു എന്നുള്ളതിനെക്കാട്ടി കോൺകർ ചെയ്യണം. നമ്മൾ ഓരോ യൂണിറ്റ് ബൈ യൂണിറ്റ് കോൺകർ ചെയ്ത് പോകണം. അതിൽ നമുക്ക് പിന്നെ എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമ്മൾ അതെല്ലാം നമുക്ക് കിട്ടിയിരിക്കണം എക്സാമിന്. അപ്പോൾ അങ്ങനെ യൂണിറ്റ് 1 വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു, യൂണിറ്റ് 2, ദാറ്റ് ഈസ് തെർമൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ നമ്മുടെ തെർമൽ എഞ്ചിനീയറിങ്ങിനെ ഇതുപോലെ നമുക്കൊരു 5 ഡിഫറെൻറ്റ് പാർട്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് ചെയ്ത് അതുപോലെ തന്നെ ഇതിന് ഇമ്പോർട്ടൻറ്റ് 5 ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ തന്നെ 5 into 2 10 മാർക്സ്. ഓരോ പാർട്ടിലും 2 ക്വസ്റ്റ്യനാണ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. 4 മാർക്ക് ഇതേ പാറ്റേണിലായിരിക്കും ചോദിക്കാനും പോകുന്നത്. അപ്പോൾ ഈ ഒരു 5 സെക്ഷൻസിൽ നിന്നും 4 മാർക്സ് വെച്ച് കിട്ടും. അപ്പോൾ ഇന്ന് നമുക്ക് വിൽ സ്റ്റാർട്ട് വിത്ത് ഏതാണ്, തെർമോഡൈനാമിക്സ്. ഇതിൽ ഈ ഒരു ഫസ്റ്റ് ഞാൻ റെഡ് കളറിൽ ഇട്ടിരിക്കുന്ന ടോപ്പിക്കാണ് കംസ് അണ്ടർ തെർമോഡൈനാമിക്സ്. ദെൻ ഇത് പറയുന്നത് കംപ്ലീറ്റ്ലി അബൌട്ട് എയർ സൈക്കിൾസും നമ്മുടെ IC എൻജിൻസിൻ്റെ വർക്കിങ്ങുമാണ്. ദെൻ IC എൻജിൻസിൻ്റെ എന്താണ് ഡീപ്പറായിട്ട് കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന പെർഫോമൻസ് ടെസ്റ്റിംഗ് ആണ് തേർഡ് ടോപ്പിക്ക്. പിന്നീട് നമുക്ക് ചോദിക്കുന്നത് കംപ്രസറും ഹീറ്റ് ട്രാൻസ്ഫറും ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു 5 ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ടോപ്പിക്കായിട്ടാണ് നമ്മൾ തെർമൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും കൺസെപ്ച്വലും ഈസിയസ്റ്റും നമ്മുടെ ക്ലാസ് കഴിയുമ്പോൾ ഏറ്റവും പിള്ളേർക്ക് പാടായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ പറയുന്ന തെർമോഡൈനാമിക്സ്. അത് ഇന്നത്തെയും ഇനിയുള്ള 2 ലെക്ചറും കൂടെ കഴിയുമ്പോൾ നിങ്ങൾക്ക് തെർമോഡൈനാമിക്സ് ബിക്കംസ് ദ മോസ്റ്റ് ഈസിയസ്റ്റ് സബ്ജക്റ്റ്. അപ്പോൾ ആ രീതിയിൽ പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തെർമോഡൈനാമിക്സിന് നമുക്ക് ഈ പറയുന്ന 5 ടോപ്പിക്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിൽ ആദ്യത്തെ 2 തെർമോഡൈനാമിക്സ് തന്നെ ഒരു ടോപ്പിക്ക് തന്നെയാണ്. ഞാൻ ക്ലാസ്സിൽ എടുക്കുമ്പോൾ ഈ രീതിയിലായിരിക്കും എടുക്കുന്നത്. ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് ബേസിക് കൺസെപ്റ്റ്സും 0th law ഓഫ് തെർമോഡൈനാമിക്സും ആയിരിക്കും. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും വേരിയസ് പ്രോസസ്സും എന്താണെന്ന് പഠിക്കാം. ദെൻ വിൽ സ്റ്റഡി അബൌട്ട് അനദർ ലെക്ചറിൽ വിൽ സ്റ്റഡി അബൌട്ട് എയർ സൈക്കിൾസ്, ദെൻ IC എൻജിൻസ്, ദെൻ കംപ്രസേഴ്സ് ആൻഡ് ഹീറ്റ് ട്രാൻസ്ഫർ. ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ യൂണിറ്റ് 2 ഈസ് ഓൾസോ കോൺകേർഡ്. നമുക്ക് പിടിക്കാൻ പറ്റും. അതിൽ നിന്നും ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റണം, സ്കോർ ചെയ്തിരിക്കണം. ഓക്കെ, സോ വിൽ സ്റ്റാർട്ട് വിത്ത് അവർ ലെക്ചർ 1, ദാറ്റ് ഈസ് ബേസിക് കൺസെപ്റ്റ്സ് ആൻഡ് 0th law. ഓക്കെ, അപ്പോൾ ബേസിക് കൺസെപ്റ്റ്സ് ഇത് നിങ്ങളുടെ സിലബസിൽ പറയുന്ന ഒരു കാര്യമല്ല. ഈ ബേസിക് കൺസെപ്റ്റ്സ് ഒന്നും ഇല്ല. ഡയറക്റ്റ് ലോസ് ഓഫ് തെർമോഡൈനാമിക്സ്
then it goes to 0th law, first law. ഇങ്ങനെയായിരിക്കും നിങ്ങൾ പൊതുവെ എല്ലാവരും മനസ്സിലാക്കി പഠിപ്പിക്കുന്നത്. ഇപ്പോൾ വേറെ ഏതെങ്കിലും ക്ലാസ് നിങ്ങൾ കണ്ടാൽ ഈ ഒരു ഡയറക്റ്റ് എടുത്ത് ചാട്ടം ചിലപ്പോൾ കാണും. പക്ഷെ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഇതൊരു കൺസെപ്ച്വൽ പേപ്പറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് എല്ലാം ആൻസർ ചെയ്യണമെങ്കിൽ ഫണ്ടമെൻ്റൽസ് സ്ട്രോങ് ആയിരിക്കണം. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഫസ്റ്റ് സെഷൻ ബേസിക്സിലോട്ട് പോകുന്നത്. ഇത് സിമ്പിളാണ്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അങ്ങോട്ട് പഠിക്കുമ്പോഴും നമുക്ക് ക്ലാരിറ്റി കിട്ടും. കാര്യം അതിൽ ആദ്യം നമ്മൾ പഠിക്കുന്നതാണ് ഈസ് എബൌട്ട് എ സിസ്റ്റം. സിസ്റ്റം നമ്മൾ പണ്ട് തൊട്ട് കേൾക്കുന്ന കാര്യമാണ്. എന്താണ് ഒരു സിസ്റ്റം എന്ന് പറയുന്നത്? സിസ്റ്റം എന്ന് പറയുന്ന ഒരു പ്രിസ്ക്രൈബ്ഡ് സ്പേസ് അല്ലെങ്കിൽ ഒരു മാറ്റർ. ഞാനിപ്പം വെറുതെ എയറിലൊരു ഇതുപോലൊരു വട്ടം വരച്ചു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡെഫിനിറ്റ് സ്പേസ്, ഇപ്പോൾ ഈ ഒരു പെന്നിനെ ഞാനൊരു മാറ്ററായിട്ട് പറയാം. അതായത് നമുക്കൊരു പ്രിസ്ക്രൈബ്ഡ് സ്പേസ് അല്ലെങ്കിൽ ഒരു മാറ്ററിനെ പറയുന്നതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ സിസ്റ്റത്തിൻ്റെ ഡിഫിനിഷനായിട്ട് നമുക്ക് എന്ത് പറയാം? പ്രിസ്ക്രൈബ്ഡ് സ്പേസ് ഓർ മാറ്റർ. ഇതാണ് അതിൻ്റെ ഡെഫിനിഷൻ. അപ്പം ഇനി ഞാൻ പറഞ്ഞു ഇതുപോലെ നമുക്ക് എന്തിനു വേണമെങ്കിലും ഒരു സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെയും ഫർദർ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ടു എന്താണ് ടൈപ്സ് ഓഫ് സിസ്റ്റം. ഓപ്പൺ സിസ്റ്റം ഉണ്ട്, ക്ലോസ്ഡ് സിസ്റ്റം ഉണ്ട്, ദെൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഉണ്ട്. അപ്പം ഈ 3 ടൈപ്സ് ആയിട്ടാണ് നമ്മുടെ സിസ്റ്റത്തിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓപ്പൺ സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം ആൻഡ് ഐസൊലേറ്റഡ് സിസ്റ്റം. ഓക്കെ. അപ്പം ഓപ്പൺ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നിങ്ങൾ എപ്പോഴും ഒരു എക്സാമ്പിൾ വെച്ച് നമ്മൾ പണ്ട് ബേസിക്സ് പഠിക്കുമ്പോൾ തൊട്ട് പഠിച്ചിട്ടുണ്ടാവും. ഒരു പാത്രത്തിൽ വെള്ളം എടുത്തു, ആ വെള്ളം നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് എന്ത് പോവും? മാസ് പോവും. കൂടെ നമുക്ക് ഇവിടെ നിന്ന് പാത്രത്തിൻ്റെ വെളിയിൽ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ നമുക്കൊരു എനർജി ഇൻട്രാക്ഷൻ, പാത്രത്തിൻ്റെ ഔട്ട്സൈഡ് ഹീറ്റ് ആകുന്നതുകൊണ്ട് ഹീറ്റ് അവിടെ നിന്നും ലോസ് ആയി പോകുന്നുണ്ട്. അപ്പം ദോസ് സിസ്റ്റംസ് ഹാവിങ് ബോത്ത് മാസ് ട്രാൻസ്ഫർ ആൻഡ് എനർജി ട്രാൻസ്ഫർ ആർ കോൾഡ് ഓപ്പൺ സിസ്റ്റം. ആൻഡ് ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇതേ പാത്രത്തിനെ നമുക്ക് അടച്ചു വെച്ച് കഴിഞ്ഞാൽ എന്തിന് വെളിയിൽ പോകാൻ പറ്റില്ല? നമ്മുടെ മാസിന് വെളിയിൽ പോകാൻ പറ്റില്ല. കൺസിഡർ നമ്മുടെ ഒരു പ്രഷർ കുക്കർ വിത്തൗട്ട് വിസിൽ. അപ്പം പ്രഷർ കുക്കർ കംപ്ലീറ്റ്ലി സീൽഡ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇതിന് മാസ് വെളിയിൽ പോകാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ അതിൻ്റെ വെളിയിലോട്ട് എന്ത് ട്രാൻസ്ഫർ ഈസ് പോസിബിൾ? എനർജി ട്രാൻസ്ഫർ ഈസ് പോസിബിൾ. അങ്ങനെ മാസ് ഇല്ലാണ്ട് എനർജി മാത്രം ട്രാൻസ്ഫർ ആവുന്ന സിസ്റ്റത്തിനെയാണ് നമ്മൾ ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ദെൻ ഒരു സിസ്റ്റം കൂടിയുണ്ട്, ദാറ്റ് ഈസ് അവർ ഐസൊലേറ്റഡ് സിസ്റ്റം. നമ്മുടെ തെർമോ ഫ്ലാസ്ക് ഒക്കെ എക്സാമ്പിൾ പറയാം. ഫ്ലാസ്ക്, നമ്മൾ ചൂടുവെള്ളമൊക്കെ സ്റ്റോർ ചെയ്യുന്ന തെർമോ ഫ്ലാസ്ക് വിച്ച് ഈസ് ഇൻസൈഡ് എ ക്ലോസ്ഡ് ചേംബർ. അപ്പോൾ ഈ ചേംബർ എന്ത് ഇൻസുലേഷൻ കാരണം എന്ത് എൻഷുർ ചെയ്യും? നോ ഹീറ്റ് ഈസ് ബീയിങ് ലോസ്റ്റ്. അപ്പം എന്തില്ല? നമുക്ക് മാസ് ട്രാൻസ്ഫറും ഇല്ല, എനർജി ട്രാൻസ്ഫറും ഇല്ലാത്ത ഒരു സിസ്റ്റത്തിനെയാണ് നമ്മുടെ ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 ടൈപ്സ് ഓഫ് സിസ്റ്റവും നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. ഓപ്പൺ സിസ്റ്റം ഉണ്ട്, ക്ലോസ്ഡ് സിസ്റ്റം ഉണ്ട്, ഐസൊലേറ്റഡ് സിസ്റ്റം ഉണ്ട്. പക്ഷേ ഇതിൽ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനാണെങ്കിൽ ഓപ്പൺ സിസ്റ്റം എന്ന് പറയുന്നത് മാസ് ട്രാൻസ്ഫർ ഉള്ള ഒരു സിസ്റ്റം. ഇത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അപ്രോച്ചിൽ ഞാൻ എക്സാമ്പിൾ ചോദിക്കുമ്പോൾ പലർക്കും ഇതിലൊരു നല്ല എക്സാമ്പിൾ പറയാൻ പറ്റില്ല. അപ്പോഴും ഈ പാത്രം തുറന്നതും മാസ് വെളിയിൽ വെള്ളം പോകുന്നതും ഒക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ ഒരു ആക്ച്വൽ ആൻസർ പറയുവാണെങ്കിൽ ഓപ്പൺ സിസ്റ്റം എന്ന് പറയുന്നത് ഈസ് കംപ്രസർ, ടർബൈൻ എക്സെട്ര. അപ്പോൾ ടർബൈൻ എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലൈറ്റിൻ്റെയൊക്കെ നമ്മുടെ എൻജിൻ എന്ന് പറയുന്നത് ഗ്യാസ് ടർബൈൻ എൻജിൻസ് ആണ്. നമ്മുടെ ഫ്ലൈറ്റിലൊക്കെ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അറിയായിരിക്കും, അതിൻ്റെ വിങ്ങിൻ്റെ അടിയിലായിട്ട് 2 ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിൽ 4 എൻജിൻ കാണും, ചിലതിൽ 2 എൻജിൻ കാണും. അപ്പോൾ ഈ എൻജിൻസ് എന്ന് പറയുന്നത് ഓപ്പൺ സിസ്റ്റത്തിൻ്റെ എക്സാമ്പിളാണ്. ബിക്കോസ് എന്തുകൊണ്ടാണ്? ഒരു സൈഡിൽ കൂടെ ഫ്യൂവൽ കയറുന്നു അല്ലെങ്കിൽ എയർ കയറുന്നു, ഈ എയറും ഫ്യൂവലും കൂടെ വെളിയിലോട്ട് പോകുന്നു. അപ്പോൾ എൻറ്റയർ മാസിൻ്റെ മൂവ്മെൻ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തോന്നും, എന്നാൽ IC എൻജിൻസും നമ്മൾ വണ്ടികളിൽ ഓടുന്ന IC എൻജിൻസും ഒരു ഓപ്പൺ സിസ്റ്റം ആണോ ക്ലോസ്ഡ് സിസ്റ്റം ആണോ? അത് ആക്ച്വലി എക്സാമ്പിൾ ഫോർ ക്ലോസ്ഡ് സിസ്റ്റം ആണ്. ഇത് ഞാൻ ഫസ്റ്റ് ലോ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ക്ലാരിറ്റി പറഞ്ഞു തരാം. അപ്പം ഇതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സാധനങ്ങൾ നമുക്ക് ഫസ്റ്റ് ലോ മനസ്സിലാവണമെങ്കിൽ ഈ പറയുന്ന കൺസെപ്റ്റ് ഷുഡ് ബി വെരി ക്ലിയർ. ഏതാണ് ടൈപ്സ് ഓഫ് സിസ്റ്റം എന്ന് പറഞ്ഞ് നിങ്ങൾ ലൈറ്റായിട്ട് പഠിക്കുന്ന ഇതിൻ്റെ ആപ്ലിക്കേഷനാണ് നമ്മൾ കാണാൻ പോകുന്ന ഫസ്റ്റ് ലോ. അതിൻ്റെ ഒരു വയലേഷനാണ് എന്തെന്ന് പറയുന്നത്, അതിൻ്റെ ഒരു ലിമിറ്റേഷൻ കാരണം ഉണ്ടായതാണ് നമ്മുടെ സെക്കൻഡ് ലോ. അപ്പോൾ ഫസ്റ്റ് ലോയുടെ ലിമിറ്റേഷൻ കാരണം ഉണ്ടായ ലോ ആണ് സെക്കൻഡ് ലോ. അപ്പോൾ അതിൻ്റെ ലിമിറ്റേഷൻ എന്താ എന്ന് അറിയണം.
അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഒരു തെർമോഡൈനാമിക്സിൻ്റെ ഒരു കണക്ഷൻ പോകുന്നത് തന്നെ. നമ്മൾ ഓരോ സാധനങ്ങളും മനസ്സിലാക്കി അറിഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ സബ്ജക്റ്റ്. അപ്പം അതിൽ നിന്ന് നമുക്ക് എന്ത് ചോദിച്ചാലും നമുക്ക് ഓർഗാനിക്കലി എഴുതാൻ പറ്റും. നമ്മൾ കാണാതെ പഠിക്കേണ്ട ഒരു കാര്യമില്ല. നിങ്ങളുടെ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഏത് ബുക്ക് വേണമെങ്കിലും എടുത്ത് നോക്കിക്കോ, 4000 5000 ക്വസ്റ്റ്യൻസുള്ള ഏത് തെർമോഡൈനാമിക്സിൻ്റെ ബുക്ക് നോക്കിയാലും എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ക്വസ്റ്റ്യൻ പകുതി വായിക്കുമ്പോൾ തന്നെ എഴുതാൻ പറ്റും. അതാണ് ആ കണക്ഷൻ വെച്ച് പഠിച്ചാലുള്ള അഡ്വാൻറ്റേജ്. നിങ്ങൾ പലരും വിചാരിക്കും നമ്മളൊരു 50,000 ക്വസ്റ്റ്യനുള്ള അല്ലെങ്കിൽ 1,00,000 ക്വസ്റ്റ്യനുള്ള ബുക്ക് വായിച്ച് കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല മാർക്ക് കിട്ടും. പക്ഷെ അത് നിങ്ങൾ കുറച്ചും കൂടെ ഒന്ന് പോയിസ്ഡായിട്ട് ചിന്തിക്കുക. നമ്മൾ പഠിച്ചതിന് ശേഷം ഈ പറയുന്ന ബുക്കിൽ ഒരു 100 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക, ഏത് ബുക്കാണെങ്കിലും. അപ്പം നമുക്ക് അതിലൊരു 95 ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചത് കറക്റ്റാണ്. എപ്പോഴും അങ്ങനെ സെൽഫ് ഇവാലുവേഷൻ ചെയ്യാനായിട്ട് പഠിക്കുക. എന്നിട്ട് നമുക്ക് കിട്ടാത്ത ഒരു 5 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുമല്ലോ, അത് ചിലപ്പോൾ നമ്മൾ പഠിക്കാത്ത ഏതെങ്കിലും ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ 5 ക്വസ്റ്റ്യൻ്റെ ടോപ്പിക്ക് നമ്മൾ വീണ്ടും പഠിക്കുക. ഇതാണ് ക്വസ്റ്റ്യൻ നമ്മുടെ ഈ വലിയ ഒബ്ജക്റ്റീവ് ബുക്കൊക്കെ വെച്ച് പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർ ചെയ്യേണ്ട പ്രോസസ്സും. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ക്ലാസ് കണ്ടിട്ട് ചുമ്മാ കുറേ ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്യുമ്പോൾ അത് മാത്രം പഠിച്ച് രക്ഷപ്പെടാം, അല്ലെങ്കിൽ അത് മാത്രം പഠിച്ച് നമുക്ക് മനസ്സിലാവുമെന്ന് ഒരു ആറ്റിറ്റ്യൂഡിൽ പഠിക്കരുത്. എപ്പോഴും ഈ ഒരു കണക്ഷൻ കിട്ടി ഒരു സബ്ജക്റ്റ് മനസ്സിലാക്കി പഠിച്ചാലേ അതിപ്പോൾ നിങ്ങളുടെ ഏത് എക്സാം എഴുതുമ്പോഴും അതിൻ്റെ ഫുൾ ബെനിഫിറ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ, ദെൻ നമ്മൾ അടുത്ത സിസ്റ്റം കഴിഞ്ഞിട്ട് പഠിക്കുന്നതാണ് ബൗണ്ടറി. അപ്പോൾ ബൗണ്ടറി എന്ന് പറയുന്നത് എന്താണ്? സിമ്പിൾ നമുക്കൊരു സിസ്റ്റം ഉണ്ട്, അതിനൊരു സറൗണ്ടിങ്സും ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ വെറുതെ ഒരു സർക്കിൾ വരച്ചു, ഒരു വട്ടം വരച്ചു, ഇതാണ് നമ്മുടെ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിസ്റ്റത്തിന് ഔട്ട്സൈഡ് ഒരു ഏരിയ ഉണ്ട്. ഇതിനെയാണ് നമ്മൾ സറൗണ്ടിങ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു പെന്ന് ഞാൻ സിസ്റ്റമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ പെന്നിൻ്റെ ഇരിക്കുന്ന ഔട്ട്സൈഡ് വേൾഡ് ഉണ്ട്. അപ്പം ഈ പെന്നും ഈ ഔട്ട്സൈഡ് വേൾഡും കൂടി ഇൻട്രാക്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ വരുന്ന ഒരു ലെയറിനെയാണ് നമ്മൾ ബൗണ്ടറി ഓഫ് ദ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ സിസ്റ്റത്തിനകത്തൊരു മാസ് കയറി എന്ന് നമ്മൾ എപ്പോൾ പറയും? ഈ ബൗണ്ടറിക്കകത്ത് ഒരു സ്മോൾ എമൗണ്ട് ഓഫ് സാധനം പോയാലും അതെവിടെ എത്തി? ഫ്രം ദ സറൗണ്ടിങ്സ് ടു സിസ്റ്റം എത്തി. ഒരു എനർജി ട്രാൻസ്ഫർ അവിടെ നടന്നാലും എല്ലാം നമുക്ക് ബൗണ്ടറി ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻട്രാക്ടിങ് വിത്ത് ദ സിസ്റ്റം എന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ബൗണ്ടറി. നെക്സ്റ്റ് ഈസ് അബൌട്ട് പ്രോപ്പർട്ടീസ്. അപ്പോൾ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നതിൽ നമുക്ക് രണ്ട് പ്രോപ്പർട്ടീസാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതായത് പ്രോപ്പർട്ടീസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് രണ്ടായിട്ട്. സിമ്പിൾ ക്ലാസിഫിക്കേഷനാണ്. വൺ ഈസ് കോൾഡ് ഇൻറ്റൻസീവും ദ അതർ ഈസ് കോൾഡ് എക്സ്റ്റെൻസീവ്. അപ്പം എന്താണ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി? ദോസ് പ്രോപ്പർട്ടീസ് വിച്ച് ഡു നോട്ട് ഡിപ്പെൻഡ് ഓൺ മാസ്. അതായത് മാസിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ് എന്നും, മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസിനെ നമ്മൾ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയും. അപ്പോൾ ഇനി എക്സാമ്പിളായിട്ട് നമുക്ക് എന്ത് പറയാം? സിമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് ഞാൻ എക്സ്റ്റെൻസീവിൻ്റെ എക്സാമ്പിൾസ് പറഞ്ഞുതരാം. ഒരു വോളിയം ഓഫ് എ സിസ്റ്റം. അപ്പോൾ നമുക്ക് മനസ്സിലായി, ഇപ്പം നമ്മളാണ് ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. ഞാൻ എത്ര വോളിയം ഒക്യുപ്പൈ ചെയ്യുന്നുണ്ട്? ഈ ടോട്ടൽ ഇരിക്കുന്ന ഏരിയയുടെ വോളിയം, ഞാൻ ഇത്രയും വോളിയമാണ് ഒക്യുപ്പൈ ചെയ്തിരിക്കുന്നത്. അപ്പം എൻ്റെ എൻറ്റയർ മാസും ഇവിടെ കാൽക്കുലേറ്റഡ് ആണ്. എൻ്റെ ബോഡിയുടെ ടെമ്പറേച്ചർ, ഇത് ഒരു പോയിന്റിലല്ലേ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിന് മാസ് ഡിപ്പെൻഡഡ് അല്ല. എൻ്റെ ഏത് പോയിന്റിലെടുത്താലും എന്താണ്, എവിടെയാണെങ്കിലും ടെമ്പറേച്ചർ സെയിം ആണ്. സോ ടെമ്പറേച്ചർ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? ടെമ്പറേച്ചർ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സെയിം വേ പ്രഷറും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? മാസിനെ. അപ്പം ഈ പറയുന്ന മാസിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത പ്രോപ്പർട്ടീസ് ആർ കോൾഡ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, മിക്കവാറും ഉള്ള എക്സാംസിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഡിപ്പെൻഡ്സ് ഓൺ ദ മാസ്. ഇത് പല രീതിയിൽ കറക്കുകയും തിരിച്ചും ഒക്കെ ചോദിക്കും. അപ്പോൾ ഇതൊരു ക്ലാസിഫിക്കേഷൻ അറിഞ്ഞിരിക്കുക. മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതിനെ എക്സ്റ്റെൻസീവ് എന്നും മാസിനെ ഡിപ്പെൻഡ് ചെയ്യാത്തതിനെ ഇൻറ്റൻസീവ് എന്നും പറയും. ഇനി നമ്മൾ ഈ കേൾക്കുന്ന ഇതിൻ്റെ എല്ലാ എക്സാമ്പിൾസും അറിഞ്ഞിരിക്കണം. ഇനി നമ്മൾ പെർ കിലോഗ്രാം എന്ന് പറയുമല്ലോ, യൂണിറ്റിൽ പെർ കിലോഗ്രാം എന്ന് പറയുന്നത് എല്ലാം ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയാണ്. എല്ലാം പെർ കിലോഗ്രാം എന്ന് പറയുന്ന എല്ലാ സാധനങ്ങളും എന്ത് പ്രോപ്പർട്ടിയാണ്? ഇൻറ്റൻസീവ് ആണ്. എക്സാമ്പിൾ നമ്മുടെ ഇൻറ്റേർണൽ എനർജി, ദെൻ ഡെൻസിറ്റി എന്ന് പറയുന്നതെല്ലാം എന്താണ്? ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ വോളിയം, വെയിറ്റ് ഓഫ് എൻ ഒബ്ജക്റ്റ്, വെയിറ്റ് ഓഫ് എ ബോഡി, ഇതെല്ലാം എന്ത് പ്രോപ്പർട്ടിയാണ്? എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് അബൌട്ട് സൈക്കിൾ.
സൈക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പല ഗ്രാഫും കണ്ടിട്ടുണ്ടാവും, PV ഡയഗ്രാം കണ്ടിട്ടുണ്ടാവും, TS ഡയഗ്രാം കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ഡയഗ്രാംസിലെല്ലാം നമ്മൾ പല രീതിയിലുള്ള ലൈൻസ് കാണും. ഇപ്പോൾ ഇങ്ങനെ ഒരു ലൈൻ കണ്ടു, 1 നിന്ന് 2 പോകുന്നു. അപ്പോൾ നമുക്ക് എന്തൊക്കെ മനസ്സിലാവും? ഇവിടെ പ്രഷർ P1 നിന്ന് P2 ചേഞ്ചായി, വോളിയം V1 നിന്ന് V2 ചേഞ്ചായി. കണ്ടോ, 1ഉം 2ഉം. അപ്പോൾ 1ലുള്ള പ്രോപ്പർട്ടീസിനെ നമുക്ക് എന്ത് പറയാം? P1 V1. അപ്പോൾ പ്രഷർ അറ്റ് 1 പോയിൻറ്റും വോളിയം അറ്റ് 1 പോയിൻറ്റും. 2ലെ പ്രോപ്പർട്ടീസിനെ നമുക്ക് എന്തെന്ന് പറയാം? P2 V2. ഇവിടെ P1 V1. അപ്പോൾ ക്ലിയർ ആണോ? P1ഉം P2ഉം അതായത് ഒരു പ്രോസസ്സാണ് അവിടെ നമുക്ക് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് 1 നിന്ന് 2 ഒരു ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് സംഭവിച്ചു. അതായത് ആ ഇരിക്കുന്ന ഒരു കണ്ടീഷനിൽ നിന്ന് ഒരു മാറ്റം സംഭവിച്ച് 1 കണ്ടീഷനിൽ നിന്ന് ഏത് കണ്ടീഷനിലോട്ട് പോയി? സെക്കൻഡ് കണ്ടീഷനിലോട്ട് പോകുന്നത് ഒരു പ്രോസസ്സാണ്. ദിസ് ഈസ് എ പ്രോസസ്. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ ഇങ്ങനെയാണ് വരയ്ക്കുന്നതെങ്കിൽ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, 1 നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇവിടെ തന്നെ വന്ന് എൻഡ് ചെയ്തു. അപ്പം ആ ബോഡി എന്താണോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അല്ലെങ്കിൽ എവിടെ നിന്നാണോ തുടങ്ങിയത് ആ ഒരു കണ്ടീഷനിൽ തന്നെ തിരിച്ചെത്തുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് ഈസ് വർക്കിംഗ് ഇൻ എ സൈക്കിൾ. അപ്പം സൈക്കിളും ഒരു പ്രോസസ്സും തമ്മിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടിയല്ലോ. നമുക്ക് തുടങ്ങുന്ന സ്റ്റേറ്റിൽ തന്നെ തിരിച്ചു വരുവാണ്. ഇപ്പോൾ ഇവിടെയും ഒരു പ്രോസസ്സ് എപ്പോഴാണ് ഒരു സൈക്കിൾ ആവുന്നത്? 1ഉം 2ഉം തുടങ്ങിയ പോയിന്റിൽ തന്നെയാണ് എത്തുന്നതെങ്കിൽ ആ പറഞ്ഞ പ്രോസസ്സിനെ നമുക്ക് എന്തെന്ന് പറയാം? ഇറ്റ് ഈസ് എ സൈക്കിൾ. ഇവിടെ കാണിക്കുന്ന പോലെ 1ഉം 2ഉം ഒക്കറിങ് അറ്റ് സെയിം പോയിന്റ് അല്ലെങ്കിൽ വേറെ ഏതൊക്കെയോ സ്റ്റേറ്റ് പോയിന്റ്സിൽ കൂടെ പാസ് ചെയ്ത് തിരിച്ച് വീണ്ടും അതേ കണ്ടീഷനിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കതിനെ എന്തെന്ന് പറയാം? ഇറ്റ് ഈസ് എക്സിക്യൂട്ടിങ് എ സൈക്കിൾ എന്ന് പറയാം. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് പാത്ത് ആൻഡ് പോയിന്റ് ഫംഗ്ഷൻ. എന്താണ് ഒരു പാത്ത് ഫംഗ്ഷൻ, എന്താണ് ഒരു പോയിന്റ് ഫംഗ്ഷൻ? ഓക്കെ, അതിന് എക്സാമ്പിൾ നമുക്കിപ്പം ഈ പറഞ്ഞ ഇതേ ഗ്രാഫ് തന്നെ പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഗ്രാഫിൽ കണ്ടോ 1 നിന്ന് 2 പോകുന്നു. അപ്പോൾ P1 പ്രഷർ ഇവിടെ എന്തായിട്ട് മാറി? ഇറ്റ് ഗോസ് ടു P2. അതായത് P1 നിന്ന് ഏത് പ്രഷറിലോട്ട് പോയി? നമുക്ക് P2 പ്രഷറിലോട്ട് എത്തി. പ്രഷർ P1 നിന്ന് P2 ഒരു പാത്തിൽ കൂടെ പോയി. ഇനി ഇതേ 1 നിന്ന് 2 എനിക്ക് ഇങ്ങനെ ഒരു പാത്തിലും പോകാമല്ലോ. ദിസ് ഈസ് പാത്ത് എ ആൻഡ് ദിസ് ഈസ് പാത്ത് ബി. അതായത് നമുക്ക് ഒരു പോയിന്റിൽ നിന്ന് ഒരു കണ്ടീഷനിൽ നിന്ന് വേറൊരു കണ്ടീഷനിലോട്ട് പോകാൻ ഇവിടെ ഒന്നിൽ കൂടുതൽ പാത്ത് നമുക്ക് ഫോളോ ചെയ്യാം. എപ്പോഴും നോട്ട് നെസസറിലി ഒരേ പാത്തിൽ തന്നെ പോകണമെന്നില്ല. പല പാത്തിൽ കൂടെയും നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന 1 നിന്ന് 2 പോകാൻ പറ്റും എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായി. അപ്പോൾ എന്താണ് പോയിന്റ് ഫംഗ്ഷൻ? ഇപ്പോൾ 1 എ കൂടെ പോയി എത്തിയാലും ബി കൂടെ എത്തിയാലും P1ൻ്റെയും P2ൻ്റെയും വാല്യൂ മാറുന്നുണ്ടോ? P1ഉം P2ഉം സെയിം ആണ്. അതായത് എ പാത്ത് പോകുന്നോ ബി പാത്ത് പോകുന്നോ സി പോകുന്നോ ഡി പോകുന്നോ എന്നൊന്നും ഇതിനൊരു പ്രശ്നമല്ല. അങ്ങനെയുള്ള ഫങ്ഷൻസിനെയാണ് വി കോൾ ഇറ്റ് ആസ് പോയിന്റ് ഫംഗ്ഷൻ. അപ്പോൾ പോയിന്റ് ഫംഗ്ഷൻ്റെ എക്സാമ്പിൾ എന്തൊക്കെയാണ്? പ്രഷർ, ടെമ്പറേച്ചർ, ഇതെല്ലാം എന്ത് ഫങ്ഷൻസ് ആണ്? പോയിന്റ് ഫംഗ്ഷൻ ആണ്. എന്തുകൊണ്ട്? അത് പോകുന്ന പാത്തിനെ എന്ത് ചെയ്യുന്നില്ല? ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. നമ്മൾ ഒട്ടുമിക്ക ഗ്രാഫ് വരയ്ക്കുമല്ലോ, TS ഡയഗ്രാം, PT ഡയഗ്രാം, PV ഡയഗ്രാം. അങ്ങനെ പിയും ഇവിടെ ഇത് V വേഴ്സസ് P ഡയഗ്രാം അല്ലേ, വോളിയം വേഴ്സസ് പ്രഷർ. ഓക്കെ, അപ്പോൾ പ്രഷർ വോളിയം ഡയഗ്രാം, അങ്ങനെ എന്ത് ഡയഗ്രാം നമ്മൾ വരച്ചാലും ഈ ഡയഗ്രാം എല്ലാം PV ഡയഗ്രാം അങ്ങനെ വരയ്ക്കുന്ന എല്ലാ ഫങ്ഷൻസിനെയും നമുക്ക് എന്ത് ഫങ്ഷൻസ് എന്ന് പറയാം? PV ഡയഗ്രാം, TS ഡയഗ്രാം, PT ഡയഗ്രാം, അങ്ങനെ എന്ത് ഡയഗ്രാം വേണം? PS ഡയഗ്രാം. അങ്ങനെ നമ്മൾ വരയ്ക്കുന്ന ഗ്രാഫിൽ വരുന്ന എല്ലാ പോയിന്റ്സും പ്രഷർ, ടെമ്പറേച്ചർ, വോളിയം, എൻട്രോപ്പി, ഇതെല്ലാം എന്ത് ഫങ്ഷൻസ് ആണ്? പോയിന്റ് ഫങ്ഷൻസ് ആണ്. നൗ എന്താണ് പാത്ത് ഫങ്ഷൻസ്? ദോസ് പ്രോപ്പർട്ടീസ് വിച്ച് ഡിപ്പെൻഡ് ഓൺ പാത്ത് ഫോളോഡ്. അത് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വർക്കിൻ്റെ ഇക്വേഷൻ എന്താ? നമ്മൾ തെർമോഡൈനാമിക്സിൽ തന്നെ വർക്ക് PdV എന്ന് പറഞ്ഞ് ഇനി കാണാതെ പഠിക്കും. നിങ്ങൾ പലരും ഈ PdV എന്ന് പറയുന്നത്, തെർമോഡൈനാമിക് വർക്ക് എന്ന് പറയുന്നത് PdV ആണെന്ന് കാണാതെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ശരിക്കും കാണാതെ പഠിക്കേണ്ട കാര്യമല്ല. ദിസ് ഓൾസോ കംസ് ഫ്രം ദ ഫണ്ടമെൻ്റൽസ്. വർക്കിൻ്റെ ഇക്വേഷൻ എന്താണ്? നമ്മൾ 1ാം ക്ലാസ് തൊട്ട് പഠിക്കുന്ന F×dx, ഇതിൽ നിന്ന് തന്നെയാണ് ഇത് വന്നിരിക്കുന്നത്. അതായത് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് ബൈ ഏരിയ, ഓർ ഫോഴ്സ് ഈസ് ഈക്വൽ ടു എന്താണ്? പ്രഷർ ഇൻറ്റു ഏരിയ.
അപ്പോൾ W is equal to P into A into dx. ഏരിയ ഇൻറ്റു അനദർ ഡയമെൻഷൻ ഗീവ്സ് വോളിയം. ഏരിയ ഇൻറ്റു അനദർ ഡയമെൻഷൻ ആണ് എന്തെന്ന് പറയുന്നത്, ഏരിയ ഇൻറ്റു ഹൈറ്റ്. അപ്പം നമുക്ക് എന്തായി, സിലിണ്ടറിൻ്റെ വോളിയം ആയില്ലേ. അത് തന്നെയാണ് വർക്ക് എന്ന് പറയുന്നത്. അപ്പം വർക്ക് ഈസ് നത്തിങ് ബട്ട് F ഇൻറ്റു ഡി എക്സ് തന്നെയാണ് നമ്മൾ എന്തെന്നും എഴുതുന്നത്, P ഇൻറ്റു ഡി വി എന്നും എഴുതുന്നത്. അപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇഫ് ദിസ് ഈസ് പി വി ഡയഗ്രാം, ഇതൊരു പി വി ഡയഗ്രാം ആണെങ്കിൽ, പ്രഷറും വോളിയം ഡയഗ്രാം ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഏരിയ അണ്ടർ കേർവ് കണ്ടോ, ഈ പി വി ഡയഗ്രത്തിനകത്തുള്ള വർക്ക് എന്ന് പറയുന്നത് പിയും ഡി വിയുടെയും ഫംഗ്ഷൻ ആണ്. അപ്പം ഏരിയ അണ്ടർ പി വി ഡയഗ്രാം, ഏരിയ അണ്ടർ കേർവ് ഓഫ് എ പി വി ഡയഗ്രാം വിൽ ഗീവ് എന്ത് സംഗതിയാണ്, വർക്ക് തരും. അപ്പോൾ ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഈ എ കൂടെ പോയി കഴിഞ്ഞാൽ ഇത്ര ഏരിയയാണ്. സോ ദിസ് മച്ച് ഏരിയ ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, വർക്ക് എന്ന് പറയുന്നത്. അതേസമയം ബി കൂടെ പോയി കഴിഞ്ഞാൽ ഇത്രയും ഏരിയയാണ് കണ്ടോ. അപ്പം ബി കൂടെ പോകുമ്പോൾ നമുക്ക് കൂടുതൽ വർക്കും എ കൂടെ പോകുമ്പോൾ ചെറിയ വർക്കുമാണ്. അപ്പം വർക്ക് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ പാത്ത് ഫോളോഡ്. ക്ലിയർ ആണോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പോയിന്റും പാത്ത് ഫംഗ്ഷനും പറയുന്നത്. ഇനി നിങ്ങളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് ഞാൻ പറഞ്ഞുതരാം. ക്യൂ ഈസ് ഓൾസോ ടി ഡി എസ്. അപ്പോൾ ടി എസ് ഡയഗ്രാം വരച്ചിട്ട് അതിൻ്റെ ഏരിയ എടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഹീറ്റ് ട്രാൻസ്ഫേർഡ്. നിങ്ങൾക്ക് ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു രീതി അണ്ടർസ്റ്റാൻഡിങ്ങിൽ ക്യൂ ഈസ് ഈക്വൽ ടു ടി ഡി എസ്, ഇത് എൻട്രോപ്പി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ നമുക്ക് പക്ഷേ ഈ ഒരു കണ്ടക്സ്റ്റിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ ഒരു ക്വസ്റ്റ്യൻ സഡൻലി ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കുക, ക്യൂ ഈസ് ഈക്വൽ ടു എന്താണ്, ടി ഡി എസ്. എവിടെ നിന്ന് വരുന്ന റിലേഷൻ, എൻട്രോപ്പി ചാപ്റ്ററിലാണ്. സ്റ്റിൽ ക്യൂ ഈസ് ഈക്വൽ ടു എന്താണെന്ന് അറിയണം, ഏരിയ അണ്ടർ ടി എസ് ഡയഗ്രാം വിൽ ഗീവ് ഹീറ്റ് ട്രാൻസ്ഫർ. കാര്യം വർക്കും ഹീറ്റ് റിലേഷനും നമ്മൾ എവിടെ പഠിക്കും, ഇനി അടുത്ത പഠിക്കുന്ന ഫസ്റ്റ് ലോയിലും സെക്കൻഡ് ലോയുടെ ബേസിക്സിലും എല്ലാം ഈ പറയുന്ന ടി എസ് ഡയഗ്രാം നമ്മൾ കാണും. അപ്പോൾ അതുകൊണ്ട് ഇത് ഈ കണ്ടക്സിലും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. പി വി ഡയഗ്രത്തിനകത്തുള്ള ഗ്രാഫിൽ നിന്ന് നമുക്ക് വർക്ക് ട്രാൻസ്ഫറും ടി എസ് ഡയഗ്രത്തിനകത്തുള്ള ഏരിയ കണ്ടുപിടിക്കുമ്പം വിൽ ഗെറ്റ് ഹീറ്റ് ട്രാൻസ്ഫറും. അപ്പോൾ ക്ലിയർ ആണല്ലോ, വർക്ക് ട്രാൻസ്ഫറും ഹീറ്റ് ട്രാൻസ്ഫറും എന്ത് ഫങ്ഷൻസ് ആണ്, പാത്ത് ഫങ്ഷൻസും. ബാക്കി നമ്മൾ കേൾക്കുന്ന ഈ പി ടി വി, വോളിയം, എൻട്രോപ്പി, ദെൻ പ്രഷർ, ഇതെല്ലാം പോയിന്റ് ഫംഗ്ഷനുമാണ്. അപ്പം ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഡിഫറൻസിയേഷൻ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക. ദെൻ പ്രോസസ് എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്ന നമ്മുടെ റിവേഴ്സിബിൾ പ്രോസസ്സും ഇറിവേഴ്സിബിൾ പ്രോസസ്സുമാണ്. റിവേഴ്സിബിളും ഇറിവേഴ്സിബിളും. ഇപ്പോൾ നമ്മൾ എന്തുകൊണ്ട് തെർമോഡൈനാമിക്കലി കുറേ പ്രോസസ്സ് റിവേഴ്സിബിൾ ആവുന്നില്ല, ഇതിൻ്റെ ഒരു സ്മോൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. പലരോടും ഞാൻ ചോദിക്കും, തെർമോഡൈനാമിക്കലി റിവേഴ്സിബിൾ ആയിട്ട് നമ്മുടെ യൂണിവേഴ്സിൽ എന്തെങ്കിലും പ്രോസസ്സ് ഉണ്ടോ? അപ്പം പല സ്റ്റുഡൻസും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഐസിൻ്റെ പ്രോസസ്സ്. അതായത് ഐസ് എടുത്ത് നമ്മൾ വെളിയിൽ ഇവിടെ വെച്ചു, ആ ഐസ് നമുക്ക് തിരിച്ച് വെള്ളമായി കിട്ടി, തിരിച്ച് വീണ്ടും ആ വെള്ളത്തിനെ നമുക്ക് ഐസാക്കാൻ പറ്റും. അപ്പോൾ ഒരു റിവേഴ്സിബിൾ പ്രോസസ്സ് ആയില്ലേ എന്ന് ചോദിക്കും. ഇത് ശരിയാണോ തെറ്റാണോ? ഇപ്പം നിങ്ങളുടെ മനസ്സിൽ എന്ത് വന്നു? അപ്പം നമുക്ക് ഒരു പ്രോസസ്സായി. പക്ഷെ ഞാൻ പറയുന്നു, ഈ യൂണിവേഴ്സിൽ തെർമോഡൈനാമിക്കലി റിവേഴ്സിബിളായിട്ട് ഒരു പ്രോസസ്സും ഇല്ല. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് ചോദിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോസസ്സ് ഇല്ല, അത് റിവേഴ്സിബിൾ അല്ലേ എന്ന് ചോദിക്കുന്നവരോട് ഈ തെർമോഡൈനാമിക്കലി ആൻസർ എങ്ങനെ പറയാം? നമ്മുടെ ഐസ് വെള്ളമായി എന്ന് പറയുന്ന ഈ ഐസ് എന്ന് പറയുന്ന എന്ത് സാധനമാണ്? ഒരു സോളിഡാണ് അല്ലേ? അപ്പോൾ ഐസ് എവിടെ നിന്നാണ് ഈ ടെമ്പറേച്ചർ എടുക്കുന്നത്? ഐസ് നമ്മുടെ സിസ്റ്റമാണ്. സോളിഡ് ആയിട്ടിരിക്കുന്ന ഈ ഒരു ക്യൂബ് എന്ന് പറയുന്നതാണ് നമ്മുടെ സിസ്റ്റം. ഈ പറയുന്ന ഐസ് എന്ന് പറയുന്ന സിസ്റ്റം എവിടെ നിന്ന് ഹീറ്റ് എടുത്താണ് വാട്ടർ ആവുന്നത്? ഇറ്റ് ഈസ് അബ്സോർബിങ് ഹീറ്റ് ഫ്രം ദി അറ്റ്മോസ്ഫിയർ. അപ്പം സം എമൗണ്ട് ഓഫ് ഹീറ്റ് എടുത്ത് ഈ ഐസ് എന്തായി? മെൽറ്റായി വെള്ളമായി. ഓക്കെ, ഈ വെള്ളമായപ്പോൾ നമ്മുടെ സറൗണ്ടിങ്സിന് എന്ത് സംഭവിച്ചു? ടെമ്പറേച്ചർ കുറഞ്ഞു. അപ്പം സിസ്റ്റം ഉണ്ട്, നമുക്ക് എന്തുണ്ട്? സിസ്റ്റത്തിന് വെളിയിൽ സറൗണ്ടിങ്സും ഉണ്ട്. അപ്പോൾ ഇത് ഹീറ്റ് എടുത്താണ് എന്ത് ചെയ്യുന്നത്? സറൗണ്ടിങ്സിൽ നിന്ന് ഹീറ്റ് എടുത്ത് സിസ്റ്റം മെൽറ്റായി. തിരിച്ച് നമ്മൾ അതേ സറൗണ്ടിങ്സിലാണോ ഇത് തിരിച്ച് ഐസ് ആവുന്നത്? അതായത് റിവേഴ്സിബിൾ ആവണമെങ്കിൽ ബോത്ത് സിസ്റ്റമും സറൗണ്ടിങ്സും ബ്രോഡ് ബാക്ക് ടു ഇനീഷ്യൽ കണ്ടീഷൻ ആയിരിക്കണം. ഞാൻ ഒന്നുകൂടെ പറയാം, സിസ്റ്റവും സറൗണ്ടിങ്സും ഇത് രണ്ടും അതിൻ്റെ ഇനീഷ്യൽ കണ്ടീഷനിലോട്ട് ഫുള്ളായിട്ട് നമുക്ക് മാറ്റാൻ പറ്റിയാൽ മാത്രമേ അവിടെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റൂ, ഒരു റിവേഴ്സിബിൾ പ്രോസസ്സ് നടന്നു എന്ന്. നമ്മൾ ഐസ് എടുത്ത് വെളിയിൽ വെച്ച്
ഇപ്പോൾ ഈ ഇരിക്കുന്ന റൂം നമ്മൾ തണുപ്പിച്ചു, കുറേ ഐസ് എടുത്ത് വെച്ച് തണുപ്പിച്ചു. ഈ റൂമിനകത്ത് വെച്ച് തന്നെ ഐസിനെ തിരിച്ച് നമുക്ക് സോളിഡ് ആക്കി അവിടെ നിന്ന് ഹീറ്റ് വലിച്ചെടുക്കാൻ പറ്റുമോ? എന്നിട്ട് ആ തണുത്ത സറൗണ്ടിങ്സിനെ വീണ്ടും നമുക്ക് ഹീറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റുമായിരുന്നെങ്കിൽ തെർമോഡൈനാമിക്കലി അവിടെ ഒരു റിവേഴ്സിബിൾ പ്രോസസ്സ് നടന്നു. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? തെർമോഡൈനാമിക്കലി ഒരു പ്രോസസ്സും റിവേഴ്സിബിൾ അല്ല. പിന്നെ ഈ പറയുന്ന വേറൊരു എക്സാമ്പിൾ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഏതൊരു ഡയഗ്രാം, പി വി ഡയഗ്രാം വരച്ചു. ഇപ്പോൾ കണ്ടിന്യൂസ്ലി ഇതൊരു പി വി ഡയഗ്രാം, ഇതിനകത്ത് ഓരോ പോയിന്റും നമുക്ക് വളരെ ക്ലോസ് ബൈ ആയിട്ട്, ഇത് സ്മോൾ ചേഞ്ച് വന്നാൽ പോലും ചേഞ്ച് ഇൻ പ്രഷർ, ടെമ്പറേച്ചർ എല്ലാം മാർക്ക് ചെയ്യാൻ പറ്റിയാൽ വിൽ സേ എന്താണ്? ഒരു റിവേഴ്സിബിൾ പ്രോസസ്സ്. കണ്ടിന്യൂസ് ലൈൻ വരയ്ക്കാൻ പറ്റണം. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ടൈംസ് നമ്മൾ ചെയ്യുന്നത് എന്താണ്? നമുക്ക് 1 പോയിന്റ് മെഷർ ചെയ്യാൻ പറ്റും, അത് എത്തിയ ഫൈനൽ പോയിന്റ് മെഷർ ചെയ്യാം. നമ്മൾ ഒരു ലൈൻ വെറുതെ ജോയിൻ ചെയ്യുന്നത് ഈ പാത്തിൽ കൂടെ ആയിരിക്കാം അത് പോയത് എന്നൊരു അസംഷൻ മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് നമുക്കൊരു ക്ലാരിറ്റി ഇല്ല. 1ഉം 2നും ഇടയ്ക്ക് എല്ലാ പോയിന്റ്സും നമുക്ക് പ്ലോട്ട് ചെയ്ത് ഇത് ഈ സീക്വൻസ് ഓഫ് ട്രാൻസിഷൻ ആണ് വന്നത് എന്ന് അവിടെ പറയാനുള്ള ഇനഫ് എവിഡൻസ് നമ്മുടെ കയ്യിൽ കാണില്ല. അപ്പോൾ അങ്ങനെ നടക്കുന്ന പ്രോസസ്സിനെയൊക്കെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഡേറ്റ കിട്ടുന്നുണ്ടെങ്കിലും അതിനെ റിവേഴ്സിബിൾ എന്ന് പറയാം. കാര്യം അതേ പാത്തിൽ കൂടെ അതിനെ തിരിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ ഒരു റിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറയാം. പക്ഷേ ഈ യൂണിവേഴ്സ് അത്രയും സ്ലോ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നൺ ഓഫ് അവർ പ്രോസസ് ആർ റിവേഴ്സിബിൾ. എല്ലാം ഇറിവേഴ്സിബിൾ ആണ്. ദെൻ നമ്മൾ അടുത്ത പഠിക്കുന്നതാണ് ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ്. ക്വാസി മീൻസ് വെരി സ്ലോ ആയിട്ട് നടക്കുന്ന, എപ്പോഴും ഇക്വിലിബ്രിയത്തിൽ തന്നെ ഇരിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ റൂമിൻ്റെ ഒരു കോർണറിൽ നിൽക്കുന്നു, അനദർ കോർണർ വരെ പോകുന്നു. ഈ കോർണറിൽ പോയ നിങ്ങളൊരു, അതായത് ഇങ്ങനെ ഒരു റൂം, ഇവിടെ നിൽക്കുന്ന നിങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇവിടെ എത്തി. നിങ്ങൾക്ക് എങ്ങനെയൊക്കെ പോവാം? ഇങ്ങനെ പോവാം, അല്ലെങ്കിൽ ഇങ്ങനെ പോവാം, അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ഇങ്ങനെ പോവാം. അപ്പം ഇത് പെട്ടെന്ന് ഒരാൾ ഇവിടെ ഒരു ഡോർ ഉണ്ടായിരുന്നു, ഈ ഡോർ ക്ലോസ് ചെയ്തിട്ട് നിങ്ങൾ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിൽ എത്തി. തിരിച്ച് വന്ന് നോക്കുന്ന ഒരാൾക്ക് നിങ്ങളുടെ രണ്ട് ഇനീഷ്യൽ പോയിന്റും അറിയാം, ഫൈനൽ പോയിന്റും അറിയാം. പക്ഷേ ഏത് പാത്താണ് എടുത്തതെന്ന് അറിയില്ല. പക്ഷെ നിങ്ങൾ ഇതേ ഒരു പ്രോസസ്സ് 10 കൊല്ലം കൊണ്ട് ചെയ്യുന്നു. അപ്പം ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുന്ന ഒരാൾക്ക് നിങ്ങളുടെ എൻറ്റയർ പ്രോസസ്സ് നമുക്കൊരു ഡോട്ട് ലൈൻ ഇട്ട് പോകാൻ പറ്റിയാൽ നമുക്ക് അവിടെ എല്ലാ പാത്തും നമുക്ക് പോയ പാത്ത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഡെപ്പിക്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു പ്രോസസ്സിനെ എന്തെന്ന് പറയാം? റിവേഴ്സിബിൾ, അല്ലെങ്കിൽ വെരി സ്ലോ പ്രോസസ്സ്, ഓൾവേസ് ഇൻ ഇക്വിലിബ്രിയം. നമ്മളെപ്പോഴെങ്കിലും നോക്കുമ്പോൾ എല്ലാം ആ പറയുന്ന വ്യക്തി ഒരു പോയിന്റിൽ തന്നെ നിൽക്കുന്നു. സോ നമ്മൾ നോക്കുമ്പോൾ എല്ലാം നോട്ട് ഇൻ മൂവ്മെൻ്റ് ആണ്, ഒരു സ്റ്റേബിൾ പൊസിഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് പറയാം? ഒരു വളരെ സ്ലോ പ്രോസസ്സ്, അല്ലെങ്കിൽ ഓൾവേസ് ഇൻ ഇക്വിലിബ്രിയം എന്ന് നമുക്ക് തോന്നും. അപ്പോൾ അതുപോലെ ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ് ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ്. അതായത് ഒരു ചേംബർ ഉണ്ട്, ഈ ചേംബറിൽ നമുക്കൊരു പിസ്റ്റൺ ഇടാം. അപ്പോൾ ഇതിന് ഇൻസൈഡായിട്ട് P1 V1 T1 ഒരു ഗ്യാസ് ഇരിക്കുന്നു. ഓക്കെ, ഇതിൻ്റെ പുറത്ത് നമുക്ക് ഇൻഫിനിറ്റിസ്മലി വെരി സ്മോൾ വെയ്റ്റ്സ് ഇട്ട് കഴിഞ്ഞാൽ ഈ ഗ്രാഫ് എന്ത് ചെയ്യും? പ്രഷറും ഉണ്ട്, വോളിയം ഉണ്ട്. വാട്ട് ഈസ് ഹാപ്പനിങ്? നമ്മൾ കുറേ വെയിറ്റ് മുകളിലോട്ട് സ്മോൾ വെയിറ്റ് ഇടുമ്പോൾ അതിൻ്റെ വോളിയം കുറയുന്നു, പ്രഷർ കൂടുന്നു. അപ്പം നമുക്ക് വെരി ക്ലോസ് ബൈ ആയിട്ട് എന്ത് ചെയ്യാം? ഈ പറഞ്ഞതുപോലെ സ്മോൾ ചേഞ്ച് നമുക്ക് നോട്ട് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഈ പറയുന്ന പ്രോസസ്സ് എന്തിലെന്ന് പറയാം? വെരി സ്ലോ ആണ്, അറ്റ്മോസ്റ്റ് സ്ലോ പ്രോസസ് വിച്ച് ഈസ് ഓൾവേസ് ഇൻ ഇക്വിലിബ്രിയം. അങ്ങനെ ഒരു പ്രോസസ്സിനെയാണ് വി കോൾ ഇറ്റ് ആസ് ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്. ക്ലിയർ? വെരി സ്ലോ പ്രോസസ്, അതിനെയാണ് നമ്മൾ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾവേസ് ലുക്സ് ടു ബി ഇൻ എന്താണ്? ഇക്വിലിബ്രിയം. ഓൾവേസ് നമുക്ക് എല്ലാ സ്റ്റേജ് പോയിന്റ്സും അല്ലെങ്കിൽ സ്റ്റേറ്റ് പോയിന്റ്സും അത് ഇക്വിലിബ്രിയത്തിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയും എന്തെന്ന് പറയാം? ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്. ദെൻ കംസ് അവർ എന്താണ്? തെർമോഡൈനാമിക്സിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്, ദാറ്റ് ഈസ് ടെമ്പറേച്ചർ. ഓക്കെ, നമ്മൾ ഇത്രയും നേരം പല കാര്യങ്ങളും കണ്ടു. ഇനിയാണ് നമ്മൾ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത് തന്നെ നമ്മൾ പഠിക്കുന്നത് എന്താണ്? ടെമ്പറേച്ചർ ആയിട്ടുള്ള സ്റ്റഡിയാണ്. അപ്പോൾ ഞാൻ വീണ്ടും പലരോടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഡിഫൈൻ ടെമ്പറേച്ചർ ആൻഡ് ഹീറ്റ്. ക്ലിയർ ആയിട്ട് ഈ രണ്ട് ടേംസും മാർക്ക് ചെയ്ത് ഡിഫൈൻ ചെയ്യാൻ എത്ര പേർക്ക് ഇവിടെ അറിയാമെന്നറിയോ? ടെമ്പറേച്ചർ എന്താ, ഹീറ്റ് എന്താ? ഞാൻ എല്ലാവരോടും ചോദിക്കും, എന്താണ് ഈ ടെമ്പറേച്ചറും ഹീറ്റും തമ്മിലുള്ള വ്യത്യാസം? ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ചൂട്, ഹീറ്റ് എന്ന് പറഞ്ഞാൽ തണുപ്പ്, അങ്ങനെയാണോ? എന്താണ് ഇതിൻ്റെ പ്രോപ്പർ ഡെഫിനിഷൻ? ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇറ്റ്സ് ജസ്റ്റ് യൂണിറ്റ് ഓഫ് ഹോട്ട്നെസ് ഓർ കോൾഡ്നെസ് ഓഫ് എ ബോഡി.
അതായത് നമ്മൾ മെഷർ ചെയ്യാനുള്ള ഡിഗ്രി ഓഫ് യൂണിറ്റ്, അല്ലെങ്കിൽ നമുക്ക് ഡിഗ്രി എന്നും പറയാം, ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓർ കോൾഡ്നെസ് ഓഫ് എ ബോഡി. ഒരു ബോഡി എത്ര ഡിഗ്രി ഹീറ്റ് ഉണ്ട് അല്ലെങ്കിൽ എത്ര ഡിഗ്രി തണുപ്പിലാണ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ടെമ്പറേച്ചർ. ദെൻ വാട്ട് ഈസ് ഹീറ്റ്? അതായത് ഹീറ്റ് എന്ന് പറയുന്നത് ഓൾവേസ് ദ എനർജി ഇൻ ട്രാൻസിറ്റ് ആണ്, അല്ലെങ്കിൽ എനർജി ഇൻ മോഷൻ ആണ്. രണ്ട് ബോഡി തമ്മിൽ എന്തെങ്കിലും ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്യുമ്പോൾ ട്രാൻസ്ഫർ ആവുന്ന ഒരു എനർജിയെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഹീറ്റും ഹീറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ഒരു മെഷറിംഗ് സാധനവും, ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അവിടെ നടക്കുന്ന ഒരു ട്രാൻസ്ഫർ ഓഫ് എനർജിയെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഹീറ്റ് എന്നും പറയുന്നത്. ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ്, പല യൂണിറ്റ്സ് ഉണ്ട്. ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്, ഡിഗ്രി ഫാരൻഹീറ്റ് ഉണ്ട്, കെൽവിൻ ഉണ്ട്. ഇതിന് രണ്ടിനും നമ്മൾ ഡിഗ്രി ഇടും. കെൽവിന് നമ്മൾ വെറുതെ കെ എന്ന് മാത്രമാണ് ഡിനോട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് സ്പെസിഫിക് ഹീറ്റ്. സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്ന സാധനം എന്താണ്? സി പി ഉണ്ട്, സി വി ഉണ്ട്. സി ആദ്യം നമുക്ക് ഡിഫൈൻ ചെയ്യാം. വെറുതെ ഒരു സ്പെസിഫിക് ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്കറിയാവുന്ന ഇക്വേഷൻ എന്താണ്? Q ഈക്വൽ ടു MC ഡെൽറ്റ ടി. അപ്പോൾ 1 കിലോഗ്രാം സബ്സ്റ്റൻസിന് 1 ഡിഗ്രി ഹീറ്റ് റൈസ് ചെയ്യാൻ, ടെമ്പറേച്ചർ കൂട്ടാൻ അല്ലെങ്കിൽ റൈസ് ചെയ്യാൻ എടുക്കുന്ന എമൗണ്ട് ഓഫ് ഹീറ്റിനെയാണ് സി എന്ന് പറയുന്നത്, സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത്. ആൻഡ് അപ്പോൾ Q ഈക്വൽ ടു എന്താവും? സി ആവും. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നത് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ആണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് സി പി, ആൻഡ് ഇഫ് ഡൺ അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം ആണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് സി വി. അപ്പോൾ സി പി ഉണ്ട്, സി വി ഉണ്ട്. ഫോർ എയർ സി പി വാല്യൂ എത്രയാണ്? 1.005 കിലോ ജൂൾസ് പെർ കിലോഗ്രാം കെൽവിൻ. സി വി വാല്യൂ എത്രയാണ്? 0.714 കിലോ ജൂൾസ് പെർ കിലോഗ്രാം കെൽവിൻ. ആൻഡ് ഗാമ വാല്യൂ, ഗാമ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? സി പി ബൈ സി വി ആണ്, ദാറ്റ് ഈസ് 1.4. ആൻഡ് ആറിൻ്റെ വാല്യൂ എത്രയാണ്? സി പി മൈനസ് സി വി ആണ്. ഈ സി പി മൈനസ് സി വി ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1.005 മൈനസ് 0.714 അല്ലേ, 0.287 കിട്ടും. അപ്പോൾ 0.287 കിലോ ജൂൾസ് പെർ കിലോഗ്രാം കെൽവിൻ ആണ് ഇതിൻ്റെ യൂണിറ്റ് പറഞ്ഞിരിക്കുക. അപ്പം നമ്മൾ ജൂൾസിൽ പറയുവാണെങ്കിൽ എന്ത് കിട്ടും? 287 ജൂൾസ് പെർ കിലോഗ്രാം കെൽവിൻ. ഓക്കെ, ക്ലിയർ. അപ്പോൾ ഇതാണ് സ്പെസിഫിക് ഹീറ്റിൻ്റെ കഥ. എപ്പോഴും അറിഞ്ഞിരിക്കുക, 1 കിലോഗ്രാം സാധനത്തിന് 1 ഡിഗ്രി ടെമ്പറേച്ചർ റേസ് ചെയ്യാൻ എടുക്കുന്ന എമൗണ്ട് ഓഫ് ഹീറ്റിനെയാണ് സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത്. 2 റിലേഷൻ ഉണ്ട്. R ഈക്വൽ ടു R നിങ്ങൾക്കറിയാം എന്താണ്? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്. അത് സബ്ജക്റ്റഡ് ടു ഏതാണ്? ഓരോ ഗ്യാസിൻ്റെ R എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ ആ ഗ്യാസിൻ്റെ എന്ത് ചെയ്താൽ മതി? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് എത്രയാണ്? R ഈക്വൽ ടു 8.314 കിലോ ജൂൾസ് പെർ കിലോഗ്രാം കെൽവിൻ. ഒരു ഡെസിഗ്നേറ്റഡ് ഒരു സാധനത്തിൻ്റെ കണ്ടുപിടിക്കാൻ എന്താണ്? R ഈസ് ഈക്വൽ ടു R ബാർ ഈക്വൽ ടു എന്താണ്? R ബൈ മോളിക്യുലർ വെയിറ്റ് ഓഫ് ദാറ്റ് സബ്ജക്റ്റ്. കൺസിഡർ ചെയ്യുന്ന ഏത് ഇതാണോ അതിൻ്റെ മോളിക്യുലർ വെയിറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഇപ്പോൾ ഓക്സിജൻ്റെ ആണെങ്കിൽ 8.314 ഡിവൈഡ് ബൈ 32 ചെയ്ത് കഴിഞ്ഞാൽ ഓക്സിജൻ്റെ R നമുക്ക് കിട്ടും, ഗ്യാസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ക്ലിയർ ആണല്ലോ. റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗാമ എന്നും പറയുന്നത്. അപ്പോൾ ഗാമ അറിഞ്ഞിരിക്കുക, R അറിഞ്ഞിരിക്കുക, സ്പെസിഫിക് ഹീറ്റ് അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് ഈസ് എൻതാൽപ്പി. ഈ എൻതാൽപ്പി നമ്മൾ ഫസ്റ്റ് ലോ മനസ്സിലാക്കുമ്പോൾ നമുക്ക് അവിടെ കിട്ടുന്ന ഒരു ടേമാണ് എൻതാൽപ്പി എന്ന് പറയുന്നത്. എൻതാൽപ്പി ഈസ് പ്യുവർലി എ മാത്തമാറ്റിക്കൽ ടേം. ഇതിനൊരു ഡെഫിനിഷൻ ഇല്ല. അതായത് നമ്മുടെ സ്ഥിരം ഡെറിവേഷൻസിലൊക്കെ U പ്ലസ് പി വി എന്ന് പറഞ്ഞ ഒരു ഫങ്ഷൻ റെക്കറിങ് ആയിട്ട് വന്നു. അപ്പോൾ ഈ U പ്ലസ് പി വിയെ സയൻറ്റിസ്റ്റുമാർ ചേർത്തൊരു ടേമായിട്ട്, ഒരു മാത്തമെറ്റിക്കൽ ടേമായിട്ട് അസർട്ടൺ ചെയ്ത ഒരു ക്വാണ്ടിറ്റിയാണ് എന്തെന്ന് പറയുന്നത്? H എൻതാൽപ്പി എന്ന് പറയുന്നത്. ഇതിന് ചില ബുക്സിലൊക്കെ ഡെഫിനിഷനൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, അതൊക്കെ തെറ്റാണ്. ആകെ ഉള്ള ഒരേ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സം ഓഫ് ഇന്റേണൽ എനർജി ആൻഡ് പ്രോഡക്റ്റ് ഓഫ് പ്രഷർ ആൻഡ് വോളിയം. ഇതാണ് അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡെഫിനിഷനും അതൊരു മാത്തമാറ്റിക്കൽ ഫങ്ഷനുമാണ്. അപ്പോൾ എൻതാൽപ്പി എന്താണെന്നും അറിഞ്ഞിരിക്കുക. ഈ ഇന്റേണൽ എനർജി നമ്മൾ ഫസ്റ്റ് ലോ പഠിക്കുമ്പോൾ മനസ്സിലാക്കും. അതായത് ഫസ്റ്റ് ലോ ഒരു പ്രോസസ്സിന് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഇന്റേണൽ എനർജി എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ഫസ്റ്റ് ലോ നമുക്ക് പ്രോസസ്സ് ഉണ്ട്, സൈക്കിളുണ്ട്. അപ്പോൾ ഇന്റേണൽ എനർജി എങ്ങനെ ഉണ്ടായി എന്ന ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ പ്രോസസ്സ് എന്താ എന്ന് അറിയുന്ന ആൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ.
അപ്പോൾ ഫസ്റ്റ് ലോ നമുക്ക് എവിടെയൊക്കെ അപ്ലൈ ചെയ്യാം? ഒരു പ്രോസസ്സിനും അപ്ലൈ ചെയ്യാം, ഒരു സൈക്കിളിനും അപ്ലൈ ചെയ്യാം. പ്രോസസ്സിന് അപ്ലൈ ചെയ്തപ്പോൾ ഉണ്ടായ ഒരു ഫംഗ്ഷനാണ് ഇൻറ്റേർണൽ എനർജി. ഞാനിവിടെ പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ ഏത് പഠിക്കും? ഫസ്റ്റ് ലോ പഠിക്കുമ്പോൾ ഇതിൻ്റെ ഒരു കഥയും പഠിക്കും. ഇങ്ങനെ ഇതെല്ലാം കണക്റ്റഡ് സ്റ്റോറിയാണ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് ടോപ്പിക് ഈസ് എൻട്രോപ്പി. എൻട്രോപ്പി നമ്മൾ അതും സെക്കൻഡ് ലോ കഴിഞ്ഞിട്ട് പഠിക്കുന്നതാണ്. അതും നിങ്ങളുടെ ഓരോ ബേസ് ചെയ്തുള്ള സിലബസിനനുസരിച്ചിട്ടേ ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ ഈ സിലബസിന് എൻട്രോപ്പി വളരെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടൊന്നുമില്ല, സെക്കൻഡ് ലോ വരെ പറയുന്നുള്ളൂ. സോ എൻട്രോപ്പി ഇവിടെ നമുക്ക് ഡിസോർഡർനെസ് ഓഫ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു റാൻഡംനെസ് ഓഫ് പാർട്ടിക്കിൾസ്, ഒരു എനർജീനെയാണ് നമ്മൾ എൻട്രോപ്പി ആയിട്ട് പഠിക്കുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ഗോയിങ് ടു അവർ ലോസ് ഓഫ് തെർമോഡൈനാമിക്സ്. അതിൽ ഫസ്റ്റ് ലോ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഈസ് അബൌട്ട് സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അപ്പം സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താണ് പറയുന്നത്? ഇഫ് വി ഹാവ് 3 ബോഡീസ്, അതായത് 3 പാർട്സ്, എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, 3 ബോഡി, ഡിഫറെൻറ്റ് ബോഡിയാണ്. എ ഈസ് അറ്റ് ടെമ്പറേച്ചർ T1, ബി ഈസ് അറ്റ് ടെമ്പറേച്ചർ T2 ആൻഡ് സി ഈസ് അറ്റ് ടെമ്പറേച്ചർ T3. ഓക്കെ, ഇവിടെ 2 വാൾ പറയുന്നുണ്ട്. കണ്ടോ, 2 വേർഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അഡയബാറ്റിക്കും ഡയാതെർമിക്കും. ഓക്കെ, അഡയബാറ്റിക് ഈസ് മോസ്റ്റ് എന്താണ് യൂസ്ഡ് വേർഡ് ഇൻ തെർമോഡൈനാമിക് പ്രോബ്ലംസ് ഒക്കെ. അപ്പോൾ അഡയബാറ്റിക് എന്ന് നമ്മൾ കേൾക്കുമ്പോൾ ആലോചിച്ചോണം, അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ 0 ആണ്. അതായത് ഹീറ്റ് ട്രാൻസ്ഫർ 0 ആയ കണ്ടീഷൻ അല്ലെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കാത്ത ഒരു പ്രോസസ്സിനെയാണ് അഡയബാറ്റിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഡയാതെർമിക് മീൻസ് നോ മാസ് ട്രാൻസ്ഫർ ബട്ട് ഇറ്റ് വിൽ അലൗ എന്താണ് ഹീറ്റ് ട്രാൻസ്ഫർ. മാസ് ട്രാൻസ്ഫർ അലൗ ചെയ്യാതെ ഹീറ്റ് ട്രാൻസ്ഫർ അലൗ ചെയ്യുന്ന ഒരു വാളിനെയാണ് ഡയാതെർമിക് വാൾ എന്ന് പറയുന്നതും. അപ്പോൾ ഇത് രണ്ടും ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇങ്ങനെ 3 ഒബ്ജക്ട്സ് ഇൻ കോണ്ടാക്റ്റ് ഇരിക്കുമ്പോൾ കണ്ടോ, ഇവിടെ ഇതൊരു ഡയാതെർമിക് വാൾ അല്ലേ. അപ്പോൾ ഇവിടെ T1ഉം T3യും തമ്മിൽ ഇൻറ്ററാക്ഷൻ ഈസ് പോസിബിൾ, T2ഉം T3യും തമ്മിലും ഇൻറ്ററാക്ഷൻ ഈസ് പോസിബിൾ. അപ്പോൾ അങ്ങനെ കുറേ നേരം ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? T1 becomes equal to T3 and T1 becomes equal to T2 becomes equal to T3. കണ്ടോ, T1ഉം T3 ഈക്വൽ ആവും, T2ഉം T3യും ഈക്വൽ ആവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ ഓൾറെഡി ഇൻ ഇക്വിലിബ്രിയം ആയി? T2 becomes equal to T3, T1 becomes equal to T2. ഇങ്ങനെയാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ ഡെഫിനിഷൻ പറയുന്നത്. If 2 bodies are separately in thermal equilibrium with a third body, then they are in thermal equilibrium with each other. അതിൻ്റെ ഡെഫിനിഷനാണ് ഈ ഫിഗറിൽ നിന്ന് ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? നമ്മുടെ ടെമ്പറേച്ചർ എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെ ഞാൻ പറഞ്ഞു. അതായത് എന്തുകൊണ്ട് നമ്മൾ ടെമ്പറേച്ചർ പഠിക്കുന്നു? അവിടെ ഒരു ഹീറ്റ് ട്രാൻസ്ഫർ നടക്കണമെങ്കിൽ ദർ ഷുഡ് ബി ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ. അപ്പോൾ കൺസെപ്റ്റ് ഓഫ് ടെമ്പറേച്ചർ പഠിക്കേണ്ടതും അത് എപ്പോൾ ഫ്ലോ ചെയ്യും എന്നറിയേണ്ടതിൻ്റെ ഒരു റിക്വയർമെൻറ്റ് ഏതിൽ നിന്ന് വന്നു? സീറോത്ത് ലോ. പിന്നെ എന്തുകൊണ്ടാണ് അതിന് സീറോത്ത് ലോ എന്ന് പേര് വന്നത്? ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും കണ്ടുപിടിച്ചതിന് ശേഷമാണ് നമ്മൾ സീറോത്ത് ലോ എന്ന് പറയുന്ന ഒരു ലോയുടെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ടെമ്പറേച്ചറിനെ സ്പെസിഫൈ ചെയ്യണം, ടെമ്പറേച്ചർ എന്താണെന്ന് പ്രോപ്പർലി ഡിഫൈൻ ചെയ്ത് അതിനൊരു ലോ വേണം എന്ന് തീരുമാനിക്കുന്നത് കൊണ്ട് അത് ആഫ്റ്റർ ഫസ്റ്റ് ലോ ആൻഡ് സെക്കൻഡ് ലോ ആയതുകൊണ്ടാണ് അതിനൊരു പേര് സീറോത്ത് ലോ എന്ന് കൊണ്ടുവന്നത്. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് എ ബേസിസ് ഓഫ് ഓൾ ടെമ്പറേച്ചർ മെഷറിംഗ് ഡിവൈസസ്. അതായത് എല്ലാ തെർമോമീറ്ററിൻ്റെയും ബേസിസ്. നമ്മൾ ഈ പനിയായിട്ടൊക്കെ ആശുപത്രി പോകുമ്പോൾ ഒരു സാധനം എടുത്ത് എവിടെയെങ്കിലും വെച്ചിട്ട് കുറേ നേരം നമ്മൾ വെച്ചുകൊണ്ടിരിക്കണം. എന്ത് കണ്ടുപിടിക്കാൻ? ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ. അപ്പോൾ അതാണ് നമ്മുടെ ഈ പറയുന്ന കോൺസ്റ്റൻറ്റ് വോളിയം ഗ്യാസ് തെർമോമീറ്റർ. ആ തെർമോമീറ്ററിൻ്റെ ബേസിക്സും എന്തെന്നാണ്? നമ്മുടെ സീറോ ലോ ഓഫ് തെർമോഡൈനാമിക്സ് തന്നെയാണ്. അപ്പം അതിനായിട്ട് ഇതാണ് നമ്മുടെ ഒരു തെർമോമീറ്റർ. ഈ തെർമോമീറ്ററിൻ്റെ എൻഡിൽ ഇങ്ങനെ ഒരു മെർക്കുറി ഓക്സൈഡ് പോലെ ഫില്ല് ചെയ്ത ഒരു സെക്ഷൻ കാണാം. കവേർഡാണ്, ഒരു സിൽവർ ഗ്ലേസ്ഡ് ഒരു സാധനം ഉണ്ടാവും. ഇതിൻ്റെ സെൻറ്ററിൽ നമുക്കൊരു റീഡിങ് ചാനൽ ഉണ്ടാവും. ഇവിടെ കുറേ റീഡിങ്സ് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഈ റീഡിങ്ങിൽ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മുടെ ടെമ്പറേച്ചറിൻ്റെ ലെവൽ പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഹൈറ്റിൽ റേസ് ചെയ്യാനായിട്ട് ഒരു മെർക്കുറി ഇതിനകത്ത് പൊങ്ങുകയും താഴുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് പൊങ്ങുന്നതിനും താഴുന്നതിനും അനുസരിച്ചിട്ട് ഇവിടെ എത്രയാണോ റീഡിംഗ് ഉള്ളത് അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ ടെമ്പറേച്ചർ ഇത്രയാണെന്ന് പറയുന്നു.
അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ, ഇതിൽ ഹൈറ്റ് 1 സെൻറ്റിമീറ്റർ ഈക്വൽ ടു 1 ഡിഗ്രി ആണെന്ന് ആരെങ്കിലും പറഞ്ഞോ? അല്ലെങ്കിൽ 2 സെൻറ്റിമീറ്റർ ഇത് ഹൈറ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ ടെമ്പറേച്ചർ 10 ഡിഗ്രി എഴുതണമെന്ന് ആരെങ്കിലും പറഞ്ഞോ? അപ്പോൾ ഇതെങ്ങനെയാണ് ഇവിടുത്തെ മാർക്കിങ്സ് വന്നത്? ഹൗ ഈ മാർക്കിങ്സ് ഇവിടെ നമ്മൾ ഇട്ടു? ഇതാണ് നമ്മുടെ മെയിൻ ക്വസ്റ്റ്യൻ. ഇതാണ് ആര് ഡിഫൈൻ ചെയ്തത്? 0th ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ നിന്ന് വന്ന കാര്യം. എങ്ങനെ നമുക്ക് ഇവിടെ ടെമ്പറേച്ചർ നോട്ട് ഡൗൺ ചെയ്യാം, ഓരോ ലൈൻസ് തമ്മിൽ എത്ര സ്പേസിങ് ആണ് ഓരോ ഡിഗ്രിക്കും വരേണ്ടത്, ഇതൊക്കെ ഡിസൈഡ് ചെയ്യാനായിട്ട് നമ്മൾ കോൺസ്റ്റൻറ്റ് വോളിയം ഗ്യാസ് തെർമോമീറ്ററിൻ്റെ ഇത് പഠിച്ചാൽ മതി. അതായത് ഇതിനകത്ത് എന്താ ചെയ്യുന്നത്, ഇവിടെ ഒരു ഗ്യാസ് എടുക്കും, ഒരു ഐഡിയൽ ഗ്യാസ് എടുത്ത് ഇവിടെ ഫില്ല് ചെയ്യും. എന്നിട്ട് നമ്മൾ ഇതിനെ ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ ബേസിക് ഗ്യാസ് ലോസ് പഠിച്ചിട്ടുണ്ട്. അപ്പം വെൻ ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ കൂടുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ? അവിടെ അതിൻ്റെ പ്രഷർ കൂടും. അപ്പോൾ ഈ പ്രഷർ കാരണം ഇവിടെ എന്ത് നടക്കും? ഇവിടെ ഈ പറയുന്ന ഗ്യാസിൻ്റെ മെർക്കുറി നമ്മൾ ഫില്ല് ചെയ്ത് അതിനൊരു പ്രഷർ കൊടുത്ത് അതിന് അപ്വേർഡും ഡൗൺവേർഡും മൂവ് ചെയ്യും. അതായത് മെർക്കുറി ബേസ്ഡ് ഓൺ ടെമ്പറേച്ചർ ഇറ്റ് വിൽ റൈസ് ആൻഡ് ഇറ്റ് വിൽ ഫോൾ അക്കോർഡിംഗ്ലി. അപ്പോൾ ഈ റൈസും ഫോളും വരുന്ന ഒരു ഇക്വേഷൻ ഇപ്പോൾ നമുക്ക് എ പ്ലസ് ബി എക്സ് ലീനിയർലി ആണ് നടക്കുന്നതെന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ എന്താണ് വർക്ക് അക്കോർഡിംഗ് ടു ടി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി എക്സ്. ഇങ്ങനെയാണ് നടക്കുന്ന ബേസിക് ഇക്വേഷൻ എന്ന് നമ്മൾ മനസ്സിലാക്കി. നൗ വി നോ അബൌട്ട് ഐസ് പോയിന്റ് ആൻഡ് സ്റ്റീം പോയിന്റ്. വാട്ടറിൻ്റെ ഐസ് പോയിന്റ് എത്രയാണ്? വാട്ടർ സോളിഡ് ആയിട്ടിരിക്കുന്നത് ഐസ് പോയിന്റ് എന്ന് പറയുന്നത് 0 ഡിഗ്രിയാണ്. ദെൻ സ്റ്റീം പോയിന്റ് എത്ര ഡിഗ്രിയിലാണ്? ബോയിലിംഗ് പോയിന്റ് 100 ഡിഗ്രിയാണ്. അപ്പോൾ ഈ ഇക്വേഷന് നമുക്ക് ഇവിടെ 2 അൺനോൺ ആണ് നമുക്കുള്ളത്, എയും ബിയും. എക്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഹൈറ്റ് ആണ്. നമുക്കിപ്പോൾ 0 ഡിഗ്രിയിൽ കൊണ്ടൊരു ഐസിൽ ഇതെടുത്ത് തട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ 0 ഡിഗ്രി, സപ്പോസ് ഇവിടെ ഇപ്പോൾ ഒരു ഹൈറ്റ് x1 വന്നു. അപ്പോൾ ദിസ് കറസ്പോണ്ട്സ് ടു x1 കറസ്പോണ്ട്സ് ടു ഏതാണ്? 0 ഡിഗ്രി. ഇപ്പോൾ നമ്മൾ ഇതിന് ഒരു 100 ഡിഗ്രി ബോയിലിംഗ് വാട്ടറിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിവിടെ റൈസ് ചെയ്ത് ഒരു x2 ഹൈറ്റിലോട്ട് നമുക്ക് കിട്ടി. സോ 100 ഡിഗ്രി കറസ്പോണ്ട്സ് ടു ഹൈറ്റ് x2. ഇപ്പോൾ 5 സെൻറ്റിമീറ്റർ എന്നോ 25 സെൻറ്റിമീറ്റർ എന്നോ നമുക്ക് ആ വാല്യൂ കിട്ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ എങ്ങനെ എഴുതാം? ഫസ്റ്റ് ഇക്വേഷൻ 0 ഈക്വൽ ടു എ പ്ലസ് ബി x1. അതായത് 0 ഡിഗ്രി ആയിരുന്നപ്പോൾ നമുക്ക് എത്ര ഡിഗ്രി ഇത് കിട്ടി? ഹൈറ്റ് x1ഉം 100 ഡിഗ്രി ആയിരുന്നപ്പോൾ നമുക്ക് എന്തും കിട്ടി? x2. സോ 100 ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി x2. ഈ 2 ഇക്വേഷനും കൂടെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 100 ഈക്വൽ ടു ബി ഇൻറ്റു x2 മൈനസ് x1 എന്ന് കിട്ടും. ഓർ ബി ഈക്വൽ ടു എന്ത് കിട്ടും? 100 ബൈ x2 മൈനസ് x1 എന്ന് കിട്ടും. ആൻഡ് ഇതേ സെയിം ഇക്വേഷൻ നമ്മളിവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ഈ ഫസ്റ്റ് ഇക്വേഷനിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഇക്വേഷൻ ഇവിടെ കിട്ടുന്ന ബി എടുത്ത് നമുക്ക് ഈ ഇക്വേഷന് അപ്ലൈ ചെയ്യാം. 0 ഈക്വൽ ടു എ പ്ലസ് എന്ത് കിട്ടും? ബിക്ക് പകരം 100 ബൈ x2 മൈനസ് x1 ഇൻറ്റു ഇവിടെ എന്താണ്? x1 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് എയുടെ വാല്യൂ എന്ത് കിട്ടും? മൈനസ് 100 ബൈ x2 മൈനസ് x1 ഇൻറ്റു x1 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്ന എയുടെ വാല്യൂ. ഇവിടെ നമുക്ക് എന്തിൻ്റെ വാല്യൂ ഉണ്ട്? ബിയുടെ വാല്യൂ ഉണ്ട് അല്ലേ? അപ്പം എയും ബിയും വൺസ് ആയിക്കഴിഞ്ഞാൽ നമുക്കിവിടെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ടി ഈസ് ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ? എ പ്ലസ് ബി എക്സ്. സോ ടി ഈസ് ഈക്വൽ ടു എക്ക് പകരം മൈനസ് 100 ബൈ x2 മൈനസ് x1 ഇൻറ്റു x1 പ്ലസ് ബി 100 ബൈ x2 മൈനസ് x1 ഇൻറ്റു എക്സ്. സോ ഇതിൽ നമുക്ക് എന്ത് കോമൺ എടുക്കാം? ടി ഈസ് ഈക്വൽ ടു 100 ബൈ x2 മൈനസ് x1 കോമൺ എടുക്കാം. അപ്പോൾ ഫസ്റ്റ് ഇവിടെ നിന്ന് മൈനസ് x1 ഇവിടെ നിന്ന് പ്ലസ് എക്സും കിട്ടും. അതിനെ നമുക്ക് x മൈനസ് x1 എന്ന് എഴുതാം. കണ്ടോ? അപ്പോൾ ടി ഡിഗ്രി സെൽഷ്യസ് ഈക്വൽ ടു 100 ഇൻറ്റു x മൈനസ് x1 ബൈ x2 മൈനസ് x1 എന്ന് കിട്ടും. സോ ദിസ് ഈസ് ദ റിലേഷൻ കണക്റ്റിംഗ് ഏതാണ്? ടെമ്പറേച്ചർ ആൻഡ് ഹൈറ്റ് എക്സ്. അപ്പോൾ നമുക്ക് ആർബിട്രലി ഒരു എക്സ് എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ടിയുടെ ഇക്വേഷൻ എങ്ങനെയാണ് കിട്ടിയത്? ടി ഈസ് ഈക്വൽ ടു ടി ഡിഗ്രി സെൽഷ്യസ് ഈക്വൽ ടു 100 ഇൻറ്റു x മൈനസ് x1 ബൈ x2 മൈനസ് x1. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറയും ഇപ്പോൾ x1 x2 0 ഡിഗ്രി x1 കറസ്പോണ്ട്സ് ടു 0 ഡിഗ്രി സെൽഷ്യസ്. 0 ഡിഗ്രി സെൽഷ്യസിൽ 5 സെൻറ്റിമീറ്റർ റൈസും 100 ഡിഗ്രി സെൽഷ്യസിൽ 25 സെൻറ്റിമീറ്റർ റൈസും വന്നു കഴിഞ്ഞാൽ 50 ഡിഗ്രി സെൽഷ്യസിന് എത്ര എക്സ് വാല്യൂ ഉണ്ട്, അല്ലെങ്കിൽ എത്ര റൈസ് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളാണ്. നമുക്കിവിടെ ടി ഡിഗ്രിക്ക് വരെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? 50 ഇടണം.
ഇവിടെ x1 പകരം 5ഉം x2 പകരം 25 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 50 ഡിഗ്രി സെൽഷ്യസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത് കിട്ടും? ഹൈറ്റ് x കിട്ടും. അപ്പം ക്ലിയർ ആണല്ലോ. ഞാൻ ഇപ്പം നിങ്ങൾ വിചാരിക്കുക എന്തിനാണ് ന്യൂമറിക്കലായിട്ട് ഇത് പഠിക്കേണ്ട ഒരു റിക്വയർമെൻ്റ് എന്ന്. ബിക്കോസ് നമുക്ക് ഏത് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ സെൽഷ്യസും ഫാരൻഹീറ്റ് സ്കെയിലും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ചോദിക്കും. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ എന്തിന് റിക്വയർമെൻ്റ് ഉണ്ട്? ഈ പറഞ്ഞ ഈ ഒരു സ്കെയിൽ നമ്മൾ അറിഞ്ഞിരിക്കണം. സ്റ്റീം പോയിൻ്റ് 100ഉം സെൽഷ്യസിന് ഫാരൻഹീറ്റിനാണെങ്കിൽ സ്റ്റീം പോയിൻ്റ് 212ഉം ഐസ് പോയിൻ്റ് 0 ഡിഗ്രിയും ഇവിടെ ഫാരൻഹീറ്റിലാണെങ്കിൽ 32 ഡിഗ്രി. ഇത് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഐസ് പോയിൻ്റ് ഫാരൻഹീറ്റിൽ 32 ഡിഗ്രിയും സ്റ്റീം പോയിൻ്റ് എത്രയാണ്? 212. അപ്പോൾ നമ്മളിപ്പോൾ എഴുതിയ പോലെ T = A+BX ആണെങ്കിൽ ഇവിടെ എന്ത് വരും? ഫോർ ഫാരൻഹീറ്റ് സ്കെയിലാണെങ്കിൽ T ഡിഗ്രി ഫാരൻഹീറ്റ് ആണെങ്കിൽ ദിസ് ബിക്കംസ് T ഡിഗ്രി F ഈസ് ഈക്വൽ ടു, ആദ്യം ഏതിൽ വയ്ക്കാം നമുക്ക്? 32 ഐസ് പോയിൻ്റ് 32 ഈസ് ഈക്വൽ ടു A+BX1 ആൻഡ് 212 ഈസ് ഈക്വൽ ടു A+BX2. x1 x2 മാറി നമുക്ക് എന്ത് മാറും? ഐസ് പോയിൻ്റ് സ്റ്റീം പോയിൻ്റ് മാറുന്നേ ഉള്ളൂ. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും കൂടെ നമുക്ക് ഡിഫറൻസ് എടുക്കുമ്പോൾ എന്ത് കിട്ടും? 180 ഈസ് ഈക്വൽ ടു B ഇൻറ്റു x2 മൈനസ് x1 ഓർ B ഈക്വൽ ടു 180 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1. അപ്പോൾ ഈ ഇക്വേഷൻ എടുത്ത് നമുക്ക് എവിടെ കൊടുക്കാം? ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുക്കാം. അപ്പോൾ 32 ഈസ് ഈക്വൽ ടു A+180 ബൈ x2 മൈനസ് x1 ഇൻറ്റു x1. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? A ഈക്വൽ ടു 32 മൈനസ് 180 ബൈ x2 മൈനസ് x1 ഇൻറ്റു x1 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ ഈ രണ്ട് വാല്യൂ, എയുടെ വാല്യൂവും ബിയുടെ വാല്യൂവും കൂടെ നമുക്ക് ഏതിൽ കൊടുക്കാം? T ഡിഗ്രി F ഈസ് ഈക്വൽ ടു A+BX. എക്ക് പകരം 32 മൈനസ് 180 ബൈ x2 മൈനസ് x1 ഇൻറ്റു x1 പ്ലസ് എന്ത് കൊടുക്കാം? BX1. B എത്രയാണ്? 180 ബൈ x2 മൈനസ് x1 ഇൻറ്റു BX അല്ലേ? X. അപ്പോൾ ഇതിന് നമ്മൾ കറസ്പോണ്ടിങ്ലി ചെയ്ത് എഴുതി കഴിഞ്ഞാൽ T ഡിഗ്രി F ഈസ് ഈക്വൽ ടു 32 പ്ലസ് 180 ഇൻറ്റു x മൈനസ് x1 ബൈ, ഓക്കെ അപ്പുറത്ത് എഴുതാം. ഓക്കെ, സോ ഇവിടെ എന്ത് കിട്ടും? T ഡിഗ്രി F ഈസ് ഈക്വൽ ടു 32 പ്ലസ് 180 അല്ലേ ഇൻറ്റു x മൈനസ് x1 ബൈ x2 മൈനസ് x1 എന്ന് കിട്ടും. അതായത് ഇത് ഓർക്കാൻ, ഈ ഡെറിവേഷൻ ഒന്നും അറിയണമെന്നില്ല, ഞാൻ ഓർക്കാൻ ഒരു സിമ്പിൾ മെത്തേഡ് പറഞ്ഞുതരാം. T ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? 100 ഇൻറ്റു x മൈനസ് x1 ബൈ x2 മൈനസ് x1. അതായത് ഇതിനെ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാം, ദിസ് ഇസ് 0 പ്ലസ് 100 എന്ന് എടുക്കാം. അതായത് ഈ 32 ആണ് നമ്മുടെ ഫാരൻഹീറ്റിൻ്റെ എന്ത് പോയിന്റ്? ഐസ് പോയിന്റ്. കറസ്പോണ്ടിങ്ലി ഇവിടെ എന്ത് വന്നു? 0 വന്നു. നമുക്ക് ഐസ് പോയിന്റും സ്റ്റീം പോയിന്റും തമ്മിൽ എത്ര ഡിവിഷൻസ് ഉണ്ട്? 100 മൈനസ് 0 100 ഉണ്ട്. സോ അത് അവിടെ വന്നു. ഇവിടെ എന്ത് വരും? 212 മൈനസ് 32 180 ഡിവിഷൻസ് ഉണ്ട്, അതുകൊണ്ട് ഇവിടെ 180 വന്നു. ദെൻ സെയിം. അപ്പോൾ ഇനി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, 30 ഡിഗ്രി സെൽഷ്യസിന് ഫാരൻഹീറ്റിൽ എത്ര ഡിഗ്രി ഫാരൻഹീറ്റ് ആണെന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ ഇതിൻ്റെ റിലേഷൻ നമ്മൾ അറിയണം. ഇതെല്ലാം നമുക്ക് കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ടാണ്. ഞാൻ അതിൻ്റെ ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ എങ്ങനെ വന്നു എന്ന് പറഞ്ഞു തരുന്നതാണ്. ഇതിൽ ഇപ്പം നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്തൊന്നും കാണാതെ പഠിക്കേണ്ട. പക്ഷേ ഇത് നിങ്ങൾക്ക് എക്സാമിന് പോകുമ്പോൾ ഇത് യൂസ്ഫുൾ ആവും. കാര്യം ഇതും ഇപ്പോൾ ഓർത്തിരിക്കാൻ എളുപ്പമാണ്, ഇതും ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ഈ രണ്ട് ഇക്വേഷൻസും അറിഞ്ഞിരിക്കുക. ഇനി ക്വസ്റ്റ്യൻ ഇതാണ്, 30 ഡിഗ്രി സെൽഷ്യസ് എത്ര ഡിഗ്രി ഫാരൻഹീറ്റ് ആണെന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എങ്ങനെ ചെയ്യും? ഇവിടെ നമുക്ക് ഇതിനെ എങ്ങനെ ഫാരൻഹീറ്റിലോട്ടാക്കാം? ഇവിടെ ഒരു 100 മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് ഇത്രയും എന്തുപോലെയാണ്? ഇതുപോലെയല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഒരു എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? ഇവിടെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് ഇവിടെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷന് ചേഞ്ച് ഇല്ല. ആൻഡ് ഈ 100 ഇൻറ്റു ഈ എക്സ് മൈനസ് x1 നമുക്ക് എന്തെന്ന് റീപ്ലേസ് ചെയ്യാം? വി ക്യാൻ റീപ്ലേസ് ഇറ്റ് ആസ് T ഡിഗ്രി സെൽഷ്യസ്. സിമ്പിൾ അല്ലേ? അപ്പോൾ T ഡിഗ്രി ഫാരൻഹീറ്റ് ഈസ് ഈക്വൽ ടു 32 പ്ലസ് 180 ബൈ 100 ഇൻറ്റു എന്താവും? അത് T ഡിഗ്രി സെൽഷ്യസ് ആവും. ഓർ T ഡിഗ്രി ഫാരൻഹീറ്റ് ഈസ് ഈക്വൽ ടു 32 പ്ലസ് 9/5
ടി ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ 30 ഡിഗ്രി സെൽഷ്യസിനെ ഫാരൻഹീറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വരും? ടി ഡിഗ്രി എഫ് ഈസ് ഈക്വൽ ടു 32 പ്ലസ് 9/5 ഇൻറ്റു 30 ഡിഗ്രി. ഓർ ഇതെന്ത് കിട്ടും? 6. 9 ഇൻറ്റു 6 54. അപ്പോൾ 32 പ്ലസ് 54 ആണ്, ദാറ്റ് ഈസ് 86 അല്ലേ? 86 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് എന്തെന്ന് പറയുന്നത്. ഫാരൻഹീറ്റിൽ 30 ഡിഗ്രി എന്ന് പറയുന്നത് ഫാരൻഹീറ്റിലോട്ടാക്കി കഴിഞ്ഞാൽ നിയർലി എത്രയാവും? 86 ഡിഗ്രി ആവും. അപ്പോൾ ഇങ്ങനെ ഒരു കൺവേർഷൻ ക്യാൻ ബി ആസ്ഡ്. അപ്പോൾ ഈ പറയുന്ന രണ്ട് ഇക്വേഷൻസും റിലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ദിസ് ഈസ് വെരി സിമ്പിൾ. അപ്പോൾ ഈ ഒരു ടി ഡിഗ്രി എഫും ടി ഡിഗ്രി സെൽഷ്യസും സിമ്പിളായിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക. ഞാൻ ഈ പറഞ്ഞ ഐസ് പോയിന്റും സ്റ്റീം പോയിന്റും മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഈസി ആയിട്ട് ചെയ്യാം. ഓക്കെ, സോ ക്ലിയർ ആണോ? നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, സോ വിൽ സീ സം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. എ തെർമോഡൈനാമിക് പ്രോസസ് ഇസ് ഡിഫൈൻഡ് ആസ് എന്താണ്? എ സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയം ഓഫ് എ സിസ്റ്റം, a series of changes through which a system passes from one equilibrium state to another, a thermodynamic property, the boundary of a system. എന്താണ് ആൻസർ? പ്രോസസ് എന്ന് പറയുന്നത് a series of changes through which a system passes from one equilibrium state to another. Okay, see the second question. Second question എന്താ ചോദിച്ചിരിക്കുന്നത്? ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്? വിച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? വർക്ക് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് സിസ്റ്റം, ഹീറ്റ് ഒരു പ്രോപ്പർട്ടി ഓഫ് സിസ്റ്റം, വർക്കും ഹീറ്റും ബോത്ത് പാത്ത് ഫങ്ഷൻസ് ആണ്, ഇൻറ്റേർണൽ എനർജി പാത്ത് ഫങ്ഷൻ ആണ്. ഞാൻ പറഞ്ഞു പ്രോപ്പർട്ടി എന്ന് പറയുന്നതും പ്രോപ്പർട്ടി ഓഫ് എ സിസ്റ്റം എന്ന് പറയുന്നത് ഈസ് സെയിം ആസ് പോയിന്റ് ഫങ്ഷൻ. അപ്പോൾ ഇൻറ്റേർണൽ എനർജി ഞാൻ പറഞ്ഞു എന്ത് ഫംഗ്ഷനാണ്? പോയിന്റ് ഫംഗ്ഷൻ. അപ്പം ഈ ഒരു ഡെഫിനിഷൻ അറിഞ്ഞിരിക്കുക. പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സെയിം ആസ് ഏതാണ്? പോയിന്റ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ വർക്കും ഹീറ്റും എന്ന് പറയുന്ന പാത്ത് ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഓപ്ഷൻ ഏതാണ് കറക്റ്റ്? ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് വൺ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ തെർമോഡൈനാമിക് പ്രോസസ് ദാറ്റ് റിട്ടേൺ ടു ദ സിസ്റ്റം ടു ഇറ്റ് ഇനിഷ്യൽ സ്റ്റേറ്റ് ഈസ് നോൺ ആസ് എന്ത് പ്രോസസ്? സൈക്ലിക് പ്രോസസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ തെർമോഡൈനാമിക് പ്രോപ്പർട്ടി? പ്രഷർ, ടെമ്പറേച്ചർ, ഹീറ്റ്, വോളിയം. ഇതിൽ ഹീറ്റാണ് നമ്മുടെ എന്തല്ലാത്തത്? തെർമോഡൈനാമിക് പ്രോപ്പർട്ടി അല്ലാത്തത്. പ്രഷറും ടെമ്പറേച്ചറും വോളിയം എല്ലാം എന്താണ്? പ്രോപ്പർട്ടി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ദ ബൗണ്ടറി ദാറ്റ് പെർമിറ്റ്സ് നൈദർ മാസ് നോർ എനർജി ട്രാൻസ്ഫർ ഈസ് കോൾഡ്? ക്ലോസ്ഡ് ബൗണ്ടറി ആണോ? നൈദർ മാസും ഇല്ല എനർജി ട്രാൻസ്ഫറും ഇല്ല, സോ ദാറ്റ് ഈസ് ഐസൊലേറ്റഡ് ബൗണ്ടറി. അഡയബാറ്റിക് ബൗണ്ടറി എന്ന് പറയുമ്പോൾ എന്ത് ട്രാൻസ്ഫർ ഇല്ല? ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ല, അവിടെ മാസ് ട്രാൻസ്ഫർ അലൗഡ് ആണ്. ദെൻ ക്ലോസ്ഡ് ബൗണ്ടറി എന്ന് പറയുന്നത് ക്ലോസ്ഡ് ബൗണ്ടറി ഉണ്ടെന്നേ ഉള്ളൂ, അവിടെ ട്രാൻസ്ഫർ അലൗഡ് ആവാം. ദെൻ ഡയതെർമിക് എന്ന് പറയുമ്പോൾ എന്ത് അലൗഡ് ആണ്? അവിടെ മാസ് ട്രാൻസ്ഫർ അലൗഡ് ആണ്. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പോയിന്റ് ഫംഗ്ഷൻ? പോയിന്റ് ഫംഗ്ഷൻ ഏതാണ്? വർക്ക്, ഹീറ്റ്, ഇന്റേർണൽ എനർജി, ബോത്ത് ഹീറ്റ് ആൻഡ് വർക്ക്. ഇന്റേർണൽ എനർജി ഈസ് ദി പോയിന്റ് ഫംഗ്ഷൻ. ഹീറ്റ് ആൻഡ് വർക്ക് ആർ ക്ലാസിഫൈഡ് ആസ് ഇൻറ്റൻസീവ് ആണോ, എക്സ്റ്റെൻസീവ് ആണോ, പാത്ത് ഫംഗ്ഷൻ ആണോ, സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണോ? പ്രോപ്പർട്ടീസ് അല്ലാത്തത് കൊണ്ട് അതിന് നമ്മൾ ഇൻറ്റൻസീവ് എക്സ്റ്റെൻസീവ് ആയിട്ട് കണക്ക് കൂട്ടുന്നില്ല. സ്റ്റേറ്റ് ഫംഗ്ഷനും അല്ല, ദേ ആർ എന്ത് ഫംഗ്ഷൻസ്? പാത്ത് ഫംഗ്ഷൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് ആൻ എക്സാക്ട് ഡിഫറൻഷ്യൽ? എക്സാക്ട് ഡിഫറൻഷ്യൽ ഉള്ളത് ഏതിനാണ്? ഹീറ്റ്, വർക്ക്, ഇന്റേർണൽ എനർജി. എപ്പോഴും അറിഞ്ഞിരിക്കുക, ഇത് കഴിഞ്ഞ പ്രാവശ്യവും അതിന് മുന്നേ ഒക്കെ പല നമ്മുടെ PSC ക്വസ്റ്റ്യൻസിനും ചോദിച്ചതാണ്. എപ്പോഴും അറിഞ്ഞിരിക്കുക എന്താണ്? എക്സാക്ട് ഡിഫറൻഷ്യൽ ഉള്ളതെല്ലാം പോയിന്റ് ഫംഗ്ഷൻസിനാണ്, പാത്ത് ഫംഗ്ഷൻസ് എല്ലാം ഇൻഎക്സാക്ട് ഡിഫറൻഷ്യൽസ് ആണ്. ഓക്കെ, സൈക്ലിക് ഇൻ്റഗ്രൽ ഓഫ് ആൻ എക്സാക്ട് ഡിഫറൻഷ്യൽ ഈസ്, എക്സാക്ട് ഡിഫറൻഷ്യലിൻ്റെ സൈക്ലിക് ഇൻ്റഗ്രൽ എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. നമുക്ക് എക്സാക്ട് ഡിഫറൻഷ്യൽ എന്ന് പറയുന്ന സാധനങ്ങളെല്ലാം സൈക്ലിക് ഇൻ്റഗ്രൽ ആ പ്രോപ്പർട്ടി എടുത്തു കഴിഞ്ഞാൽ എന്ത് വാല്യൂ കിട്ടും? നമുക്ക് 0 കിട്ടും. അതായത് പോയിന്റ് ഫംഗ്ഷൻസ് എല്ലാം സൈക്ലിക് ഇൻ്റഗ്രൽ എടുത്തു കഴിഞ്ഞാൽ എന്താണ്? 0 ആണ്. ഇൻഎക്സാക്ട് ഡിഫറൻഷ്യൽ ഇതിൽ ഏതിനാണുള്ളത്? ഇന്റേർണൽ എനർജി, എൻതാൽപ്പി, എൻട്രോപ്പി, വർക്ക്. അപ്പം വർക്കാണ് നമുക്ക് ഈ കൂട്ടത്തിലുള്ള എന്ത്? ഒരു പാത്ത് ഫംഗ്ഷൻ. അപ്പോൾ അതുകൊണ്ട് അതിന് ഇൻഎക്സാക്ട് ഡിഫറൻഷ്യൽ ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പം ഇന്നത്തെ സെഷനിൽ നമ്മൾ കുറേ കാര്യങ്ങൾ നോക്കി. എല്ലാം വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, പക്ഷേ എല്ലാം കോർ തെർമോഡൈനാമിക്സ് ആണ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സെഷൻ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയാൽ ഇനി അങ്ങോട്ടുള്ള സെഷൻസ് നമുക്ക് ഭയങ്കര എളുപ്പമായിരിക്കും. അപ്പം ഈ രീതിയിൽ ഈ അപ്രോച്ചിൽ തെർമോഡൈനാമിക്സ് പഠിച്ചാലേ നമുക്ക് ഇനി IC എൻജിൻസും എയർ സൈക്കിൾസും ഒക്കെ എന്ത് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും അതിന് നമുക്ക് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനിയും പ്രോസസ്സസ് ഉണ്ട്, അതും വളരെ ഇമ്പോർട്ടൻ്റ് ഏരിയയാണ്. അപ്പോൾ അതും നമുക്ക് കാര്യമായിട്ട് പഠിക്കാം. ഓക്കെ, സോ സീ യു ഇൻ ദ നെക്സ്റ്റ് ലെക്ചർ.